സ്നേഹമതാകും പുണ്യ കബൈലത്തെ സുന്ദര ഹജ്ജിൻ തൗഫീഖേകാൻ തേടുന്നേ. സുമധുര സംസം കോരി കുടിച്ച് ദാഹം തീർത്തിടുവാനായി തുതിയുടയോനെ ഭാഗ്യം വേഗം നൽകണേ. സുബ്ഹാനവരുടെ സ്നേഹമതാകും പുണ്യ കബൈലത്തെ സുന്ദര ഹജ്ജിൻ തൗഫീഖേകാൻ തേടുന്നേ. സുമധുര സംസം കോരി കുടിച്ച് ദാഹം തീർത്തിടുവാനായി തുതിയുടയോനെ ഭാഗ്യം വേഗം നൽകണേ. ആലം പല ദിക്കിൽ നിന്നും ഹാജികളെല്ലാം എത്തുന്നു. ആഹ്ലാദത്തോടെ പ്ലെയിനിൽ കയറി പാറി ഇറങ്ങുന്നു. ആദേശം റബ്ബിൽ നിന്നും മുറ പോൽ പാലിച്ചിടുന്നു. ആനന്ദം പൂണ്ടവർ ഹജ്ജും ഉംറയും ചെയ്തു മടങ്ങുന്നു. പുണ്യ സഫായിൽ ചെല്ലും വീണ്ടും ഇതമറുവയിലെത്തും. അറഫയിൽ നിന്നും പ്രാർത്ഥന തേടും. കല്ല് പെറുക്കി ജംറയിലെറിയും. ജബലുർ റഹ്മയിൽ കയറി ഇറങ്ങും. യാ അല്ലാഹ് പുണ്യ നബിയുടെ റൗലയെ കണ്ട് കണ്ണു കുളിർത്തി സലാത്തുകൾ ചൊല്ലി സലാമുകളോതി. സുബ്ഹാനവരുടെ ഗേഹാകും പുണ്യ കബൈലത്തിൽ സുന്ദര ഹജ്ജിൻ തൗഫീഖേകാൻ തേടുന്നേ. സുമധുര സംസം കോരി കുടിച്ച് ദാഹം തീർത്തിടുവാനായി സ്തുതിയുടയോനെ ഭാഗ്യം വേഗം നൽകണേ. സൗരെന്ന ഗുഹയും കണ്ട് ചരിതം മനമിൽ വന്നല്ലോ. സത്യകലാമും വന്നാൽ ഇറയിൽ കയറി ഇരുന്നല്ലോ. ശറഫൂറ്റ മഖാം ഇബ്രാഹിമിൻ പിന്നിൽ നിന്നല്ലോ. സൗഭാഗ്യം തന്ന റഹ്മാൻ അവന് സ്തുതിയും ചെയ്തല്ലോ. പുണ്യ സഫായിൽ ചൊല്ലും വീണ്ടും ഇതമറുവയിലെത്തും. അറഫയിൽ നിന്നും പ്രാർത്ഥന തേടും. കല്ല് പെറുക്കി ജംറയിലെറിയും. ജബലുർ റഹ്മയിൽ കയറി ഇറങ്ങും. യാ അല്ലാഹ് പുണ്യ നബിയുടെ റൗലയെ കണ്ട് കണ്ണു കുളിർത്ത് സലാത്തുകൾ ചൊല്ലി സലാമുകളോതി. സുബ്ഹാനവരുടെ സ്നേഹമതാകും പുണ്യ കബൈലത്തിൽ സുന്ദര ഹജ്ജിൻ തൗഫീഖേകാൻ തേടുന്നേ. സുമധുര സംസം കോരി കുടിച്ച് ദാഹം തീർത്തിടുവാനായി സ്തുതിയുടയോനെ ഭാഗ്യം വേഗം നൽകണേ. സുബ്ഹാനവരുടെ സ്നേഹമതാകും പുണ്യ കബൈലത്തിൽ സുന്ദര ഹജ്ജിൻ തൗഫീഖേകാൻ തേടുന്നേ. സുമധുര സംസം കോരി കുടിച്ച് ദാഹം തീർത്തിടുവാനായി സ്തുതിയുടയോനെ ഭാഗ്യം വേഗം നൽകണേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ആദരണീയരായ സാദാത്തുക്കളെ, ബഹുവന്യ ഉസ്താദ് അവറുകളെ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടിക്കാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇസ്ലാമിക് ദഅവ ഫാക്കൽറ്റി അഥവാ IDF കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിച്ച് നടത്തിവരുന്ന നേർക്കുനേർ എന്ന പരിപാടിയുടെ ഒരു ഭാഗമായി പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പരക്കെ പറഞ്ഞു കേൾക്കുന്ന വിഷയത്തിന് ഒരു ചോദ്യചിഹ്നം കൂടി നൽകിക്കൊണ്ട് ബഹുമാന്യ ഉസ്താദ് അവർകൾ ഇന്ന് ഈ പരിപാടിക്ക് വിഷയം അവതരിപ്പിച്ച് നേതൃത്വം നൽകുകയാണ്. ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള IDF-നെ കുറിച്ച്, ഈ പരിപാടിയെക്കുറിച്ച് മാത്രം 2-3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നിറഞ്ഞ ഈ സദസ്സിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് പിൻവാങ്ങുകയാണ് എൻ്റെ ലക്ഷ്യം. മഞ്ചേരിയെ ദാറുസുന്ന ഇസ്ലാമിക കേന്ദ്രത്തിൽ, അതുപോലെ തന്നെ കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ സുള്ളിയ എന്ന സ്ഥലത്തും ബഹുവന്യ ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ ബിരുദം നേടി പുറത്തിറങ്ങിയ പണ്ഡിതന്മാർക്ക് വേണ്ടി നടത്തുന്ന ബിരുദാനന്തര ബിരുദ ദഅവ കോഴ്സിൽ ദാഇറത്തു ദഅവയിൽ
ആ കോഴ്സ് പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന മൗലവി ദാഇ അഥവാ MD, അവർ ഈ പുറത്തിറങ്ങുന്ന മൗലവി ദാഇകളുടെ MDകളുടെ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മയാണ് ഇസ്ലാമിക് ദഅവ ഫാക്കൽറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബഹുവന്യ നജീബ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ശിക്ഷണത്തിൽ വളർന്നു വന്നിട്ടുള്ള 100-ൽ പരം പണ്ഡിതന്മാർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക് ദഅവ ഫാക്കൽറ്റിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ കേരളത്തിലെ മറ്റ് സംഘടനകളിൽ നിന്നും അല്ലെങ്കിൽ കൂട്ടായ്മകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് സംഘടനയുടെ മുമ്പിലുള്ളത്. ഒന്നാമതായി, സംഘടനാ പക്ഷപാതിത്വമില്ലാത്ത വിധം കേരളത്തിലും അകത്തും കേരളത്തിന് പുറത്തുമുള്ള വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അറബി കോളേജുകളിൽ നിന്നും ബിരുദമെടുത്തിട്ടുള്ള കേരളത്തിലെ അറിയപ്പെട്ട 4 സുന്നി പ്രസ്ഥാനങ്ങളിൽ ഭാഗഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതാത് പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ തന്നെ ഈ കോഴ്സ് പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നവർ രൂപം കൊടുത്തിട്ടുള്ള ഉസ്താദിന്റെ ശിക്ഷണപ്രകാരം നേതൃത്വത്തിൽ രൂപം കൊടുത്തിട്ടുള്ള കൂട്ടായ്മയാണ് IDF. അതുകൊണ്ട് തന്നെ കേരളത്തിലെ 4 സുന്നി പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ IDF-ൽ പ്രവർത്തകരാണ്. സംഘടനാ പക്ഷപാതത്വത്തിന് അതീതമായി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം എങ്ങനെ ഫലപ്രദമായി പ്രബോധനം ചെയ്യാമെന്ന ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിലുള്ള പരിശീലന കൂട്ടായ്മയാണ് IDF എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനം മറ്റേതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ പേരിലുള്ള സാദൃശ്യം കൊണ്ട് UDF എന്നും LDF എന്നും IDF എന്നും NDF എന്നൊക്കെ പറയുമ്പോൾ ഇതിലൊക്കെ 2 അക്ഷരങ്ങളുടെ സാമ്യമുണ്ട്. പലരും പല പ്രസ്ഥാനങ്ങളിലോടും ചേർത്ത് വെച്ചത് മനസ്സിലാക്കാറുമുണ്ട്. അത് യാദൃച്ഛികമായി സംഭവിച്ചു പോയ ഒന്ന് മാത്രമാണ്. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തോട് പ്രത്യേക ആഭിമുഖ്യമില്ലാതെ, കേരളത്തിലെ ഏതെങ്കിലും ഒരു മതസംഘടനയുടെ പോഷക ഘടകമല്ലാതെ നേരത്തെ പറഞ്ഞ ഈ ലക്ഷ്യത്തിനു വേണ്ടി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് IDF. ഇതുമാത്രവുമല്ല, ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം 11, 12, 13 തീയതികളിൽ കർണാടകയിലെ ദക്ഷിണ കർണാടക ജില്ലയിലെ സുള്ളിയയിൽ ഈ കോഴ്സ് പൂർത്തിയാക്കി പുറത്തിറങ്ങിയവർക്ക് വേണ്ടി അവരുടെ ബിരുദദാന ചടങ്ങിൽ അതിൽ ബിരുദം നൽകുകയും സനദദാന പ്രസംഗം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ബഹുവന്യരായ നന്ദി ദാറുസ്സലാം അറബി കോളേജിന്റെ പ്രിൻസിപ്പാളായിട്ടുള്ള സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. അതുപോലെ ഓരോ പ്രദേശത്തെയും എല്ലാ സംഘടനകളിലെയും സുന്നി പ്രസ്ഥാനങ്ങളിലെയും ആളുകൾ ഇതിൽ പങ്കെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. IDF-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പല ഭാഗങ്ങളിലും നടത്തി വന്നിട്ടുള്ള അതിന്റെ നേർക്കുനേർ പരിപാടിയുടെ ഒരു ഭാഗമാണിത്. നേർക്കുനേർ എന്ന പേര് ഈ വിഷയത്തിന്, ഈ പരിപാടിക്ക് നൽകിയത് തന്നെ ബോധപൂർവമാണ്, സോദ്ദേശ്യപൂർവമാണ്. മുഖാമുഖങ്ങളും ആശയസംവാദങ്ങളും ധാരാളമായി പരിചയപ്പെട്ടിട്ടുള്ള മുസ്ലിം കൈരളിക്ക് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിട്ടാണ് നേർക്കുനേർ പരിപാടിയിലൂടെ IDF കടന്നുവരുന്നത്. മൂവാറ്റുപുഴ തന്നെ ഒരുപാട് സംവാദ കോലാഹലങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള സ്ഥലമാണെന്ന് നമുക്കറിയാം. ഇവിടെ ബിദ്അഈ പ്രസ്ഥാനക്കാരായ ആളുകൾ മുഖാമുഖം പേരിനു വേണ്ടി നടത്തിയിട്ടുണ്ട്. ചോദ്യം ചോദിക്കാനുള്ള അവസരം ഒരാൾക്ക് ഒന്നിൽ പരിമിതപ്പെടുത്തി. പലപ്പോഴും മറ്റൊരാൾക്ക് മൈക്ക് കൈമാറി ചോദ്യകർത്താവിന് തൃപ്തിയാകുന്നതിന് മുമ്പ് തന്നെ സമയമില്ല എന്നുള്ള പരിമിതി പറഞ്ഞ് അഴകുഴമ്പൻ മറുപടികൾ പറഞ്ഞ് ഒഴിവായ അനുഭവമാണ് മൂവാറ്റുപുഴക്കാർക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് നടത്തിയ പ്രസ്ഥാനത്തോട് ആഭിമുഖ്യമുള്ളവർ തന്നെ പറഞ്ഞ് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. IDF നടത്തുന്ന പരിപാടിയെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടിയിൽ ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവറുകൾ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന് പറയുന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും. അതിനുശേഷമുള്ള നമ്മുടെ സമയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചോദ്യകർത്താവായി എഴുന്നേറ്റ് നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ചോദ്യം കഴിഞ്ഞ് തൃപ്തികരമായ മറുപടി ലഭിച്ച് അവർ പിൻവാങ്ങിയതിനു ശേഷമല്ലാതെ നിയന്ത്രിക്കുന്ന ഒരു ശീലം ഇല്ലാത്ത വിധത്തിൽ വളരെ സുതാര്യമായി നേർക്കുനേരെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചോദ്യം ചോദിക്കുകയും മറുപടി നൽകുകയും ചെയ്യുന്ന വളരെ സുതാര്യമായ പരിപാടിയാണ് IDF ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രാദേശികമായ പണ്ഡിതന്മാരെ അല്ലെങ്കിൽ സംഘടനകളെ, ഇസ്ലാമിക രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു പ്രസ്ഥാനങ്ങളെ
എന്തുകൊണ്ട് ഇതിൽ സജീവമായ ഒരു പങ്കാളിത്തം നൽകി പങ്കെടുപ്പിക്കുന്നില്ല എന്ന് ഒരുപക്ഷെ ചോദ്യം ഉയർന്നേക്കാം. ADF-നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയുന്ന ഓരോ വാചകങ്ങളും, ഇവിടെ നിന്ന് പുറപ്പെടുവിക്കുന്ന ഓരോ ആശയങ്ങളും 100% ഈ പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്തമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തത്തിന്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിൽക്കുന്നതിന് വേണ്ടി ഈ പരിപാടി ഈ പ്രവർത്തകരിൽ മാത്രം ഒതുക്കി നിർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതുകൊണ്ട് ഏത് പ്രദേശത്ത് ഈ പരിപാടികൾ സംഘടിപ്പിച്ചാലും പ്രദേശത്തെ പണ്ഡിതന്മാരെയോ ഇമാമുകളെയോ അവഗണിച്ചതുകൊണ്ടൊന്നുമല്ല, IDF-ൽ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് വിഷയാവതരണവും മറ്റു കാര്യങ്ങളും പ്രത്യേകമായി ശിക്ഷണം നൽകപ്പെട്ടിട്ടുള്ള ശിഷ്യന്മാരും അവരുടെ ശിക്ഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദുമായിട്ടുള്ള ആ കൂട്ടായ്മയിൽ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ടാണ് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തുള്ള സംഘടനാപരമായ വിവേചനമോ സങ്കുചിതത്വമോ ഇല്ലാത്ത വളരെ സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന പരിപാടി മാത്രമാണ് IDF. കൂടുതൽ വിശദീകരിച്ച് ഈ ധന്യമായ സമയം അപഹരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ കർത്തവ്യം ബഹുവന്യ സദസ്സിന്, ഇവിടെ വിഷയാവതരിപ്പിക്കുന്ന ഉസ്താദ് അവർക്ക്, ബഹുവന്യ സാദാത്തുക്കൾക്ക്, മറ്റു മുഴുവൻ സഹോദരന്മാർക്കും സ്വാഗതം ആശംസിക്കലാണ്. നിങ്ങളുടെ നിർലോഭമായ സഹകരണം, വളരെ ശാന്തമായ സഹകരണം ഈ സദസ്സിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാന്യനായ തങ്ങളവർക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്ന ഉസ്താദ് അവർകൾക്കും ബഹുവന്യരായ സയ്യിദ് ഇസ്മായിൽ തങ്ങളവർകൾക്കും ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ പണ്ഡിതന്മാർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം വിടവാങ്ങട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. ബഹുമാന്യരായ ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന കേരളത്തിലെ സുന്നി പ്രസ്ഥാനത്തിൻ്റെ ആശയും ആവേശവുമായ ബഹുമാന്യരായ നജീബ് മൗലവി അവറുകളെ, ബഹുമാന്യരായ സയ്യിദ് ഇസ്മായിൽ തങ്ങൾ, അതുപോലെ സദസ്സിലുള്ള പണ്ഡിതന്മാർ, സ്നേഹമുള്ള സഹോദരന്മാരെ, ഇസ്ലാമിക് ദഅവ ഫാക്കൽറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ നേർക്കുനേർ പരിപാടി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ലേബലുകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളിലെ എല്ലാവരുടെയും കൂട്ടായ വേദി IDF ആണ് എന്ന് സ്വാഗത പ്രസംഗത്തിൽ നമ്മൾ കേട്ടു. സുന്നത്ത് ജമാഅത്തിനെതിരിൽ പരിശുദ്ധ ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾക്ക് കേട്ടുകേൾവിയില്ലാത്ത പല ആശയങ്ങളും ആചാരങ്ങളും മുസ്ലിം സമൂഹത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാനകാലത്ത് അതിനെ പ്രതിരോധിക്കുവാനും അതിൻ്റെ സത്യാവസ്ഥ മുസ്ലിം ബഹുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും അതിൽ നിന്നും ഉണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കുവാനും വേണ്ടി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള പരിപാടികൾ IDF നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ ഇസ്ലാം മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 കൊല്ലക്കാലം കൊണ്ട് ഇവിടെ പ്രബോധനം ചെയ്യുകയും പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയങ്ങളും ആദർശങ്ങളുമെല്ലാം ഇവിടെ പ്രചരിപ്പിക്കുകയും റസൂലുള്ളാഹിന്റെ വിയോഗാനന്തരം സ്വഹാബത്തും താബീങ്ങളും താബീങ്ങളും കൈമാറിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ സുന്ദരമായ രൂപം, അതിൻ്റെ സുന്ദരമായ ആശയങ്ങളും ആദർശങ്ങളുമെല്ലാം ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയും ജനങ്ങളത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാടായിരുന്നു മുൻകാലങ്ങളിലുണ്ടായിരുന്നത്. ദൗർഭാഗ്യകരമായ 921 ലഹളയ്ക്ക് ശേഷമാണ് മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഇതുപോലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളും ഇതുവരെ മുസ്ലിം ഉമ്മത്ത് കേൾക്കുകയും
മനസ്സിലാക്കുകയും ചെയ്യാത്ത പല ആശയങ്ങളും അതുപോലെ തന്നെ പല പ്രവർത്തനങ്ങളും മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരാസൂത്രിതമായ നീക്കമുണ്ടായപ്പോൾ അന്നതിനെതിരിൽ ഇവിടുത്തെ പണ്ഡിതന്മാർ ഒത്തൊരുമിച്ചുകൊണ്ട് IDF ഒത്തൊരുമിച്ചതുപോലെ തന്നെ വിഭാഗീയത മറന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ പണ്ഡിതന്മാരും ഒത്തൊരുമിച്ച് ആ ദൗത്യത്തെ, അവരുടെ ആ കുൽസിതമായ ശ്രമത്തെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയും അങ്ങനെ അത് അളവോളം ഫലവത്താവുകയും ചെയ്തു. ശേഷം അന്ന് ആ പണ്ഡിതന്മാർ നിശേഷം തകർത്തിരുന്ന ആ വിധേയി ചിന്തകളും അവരുടെ ആശയങ്ങളും ആദർശങ്ങളുമെല്ലാം ഇന്ന് പൊതുജന മധ്യത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഈ ചുറ്റുപാടിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാരും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിഭിന്ന സംഘങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുമെല്ലാം കൂട്ടായി ഒത്തൊരുമിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ആ പ്രസ്ഥാനങ്ങൾക്കും ആ ആശയങ്ങൾക്കും എതിരായി പൊതുജനങ്ങളെ ബോധവാന്മാരാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പണ്ഡിതന്മാരാകുന്ന IDF-നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കേട്ടു, വിവിധ കോളേജുകളിൽ നിന്ന് ബിരുദമെടുത്ത് പുറത്തു വന്ന പണ്ഡിതന്മാർ അവരൊത്തൊരുമിച്ചുകൂടി ബഹുമാനരായ ഉസ്താദിന്റെ കീഴിൽ നടത്തപ്പെടുന്ന ആ ക്ലാസ്സിൽ നിന്ന് പുറത്തു വന്ന ആളുകളാണ് IDF-ന്റെ പ്രവർത്തകന്മാർ. പണ്ഡിതന്മാരാകുന്ന IDF-ന്റെ പ്രവർത്തകന്മാരുടെ കടമയാണ്, കർത്തവ്യമാണ് അവർക്ക് സത്യം പറഞ്ഞു കൊടുക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ അതിന് തെളിവാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വിവരമുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ സത്യം മറച്ചു വെക്കരുത്, സത്യത്തെ നിങ്ങൾ വ്യക്തമാക്കി കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം IDF-ന്റെ നേതാക്കന്മാരും IDF-ന്റെ ഉലമാക്കളുമെല്ലാം ഒത്തുചേർന്നുകൊണ്ട് കേരളത്തിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുകയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ആശാവഹമായ പുരോഗതി കേരളത്തിന്റെ നാനാഭാഗത്തും ഈ നേർക്കുനേർ പരിപാടി കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ നേർക്കുനേർ പരിപാടിയിൽ സത്യം മനസ്സിലാക്കി സത്യം ഗ്രഹിക്കുവാനും അതുപോലെ തന്നെ സത്യത്തിൽ അടിയുറച്ചു നിൽക്കുവാനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നും, എന്താണ് സത്യം, സത്യത്തിന്റെ ഭാഗം ഏത് എന്ന് മനസ്സിലാക്കി നമ്മുടെ മനസ്സുകൊണ്ട് ആലോചിച്ച് ഹൃദയം കൊണ്ട് ചിന്തിച്ച് വേണ്ടുന്ന രൂപത്തിൽ അത് ഉൾക്കൊള്ളണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും സത്യത്തെ അല്ലാഹു തആല എന്നെന്നും നിലനിർത്തുമാറാകട്ടെ, അസത്യത്തെ അല്ലാഹു തആല പരാജയപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യരായ സാദാത്തുമാരെ, ഉസ്താദന്മാരെ, സദസ്സിലെത്തിച്ചേർന്നിട്ടുള്ള പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, നാം എല്ലാം വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാന്യനായ മൗലാന നജീബ് ഉസ്താദ് അവറുകളുടെ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണവും തുടർന്നുള്ള ചോദ്യോത്തരവുമാണ്. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് പ്രാർത്ഥനയെ സംബന്ധിച്ച്. പ്രാർത്ഥന എന്ന ആ വിഷയം ബോധപൂർവം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിങ്ങളായ കുറേ സത്യവിശ്വാസികൾ നൂറ്റാണ്ടുകളായി ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ ചെയ്തു വന്നുകൊണ്ടിരുന്ന ചില ആചാരങ്ങളെയും ചില വഴക്കങ്ങളെയും മുൻനിർത്തി അതിനെ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥന എന്നുള്ള ആ പദത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് കഴിഞ്ഞുപോയ തലമുറയിലെ എന്നല്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറയിലെ ബഹുഭൂരിപക്ഷം വരുന്ന സത്യവിശ്വാസികളെയും ഇസ്ലാമിൽ നിന്നും പുറത്താക്കി ഷിർക്കാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങനെയുള്ള ഒരു പ്രചരണം നടത്തി മുസ്ലിം ബഹുജനമനസ്സിൽ ഒരുപാട് സംശയങ്ങൾ അങ്കുരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് IDF എന്ന് പറയുന്ന ഇസ്ലാമിക് ദഅവ ഫാക്കൽറ്റി എന്ന ഈ സംഘം അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും
അതിൽ സംശയാലുക്കളായ ആളുകൾക്ക് ആ സംശയം തീർത്തു കൊടുക്കുവാനും ഒരു അവസരം സൃഷ്ടിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും ഓരോ ടൗണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ കുപ്രചരണങ്ങളിലും നേരത്തെ പറഞ്ഞ ആ പ്രചരണങ്ങളിലും അകപ്പെട്ടുപോയ ഒരുപാട് സത്യാന്വേഷികളെ സത്യത്തിൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ യഥാർത്ഥ പാതയിലേക്ക് കൊണ്ടുവരുവാൻ ഇതുപോലെയുള്ള ഈ സമ്മേളനങ്ങൾക്ക് ചോദ്യോത്തര പരിപാടിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായി ഓരോ മുസ്ലിമും മനസ്സിലാക്കുകയും ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 6-7 നൂറ്റാണ്ടുകളായി കേരളത്തിൽ ചർവണം നടത്തി സംവാദങ്ങളും വാഗ്വാദങ്ങളും ഖണ്ഡനമണ്ഡനങ്ങളൊക്കെ നടന്ന ഒരു വിഷയമാണെങ്കിൽ പോലും ഈ സാഹചര്യത്തിൽ ആ തെറ്റായ ആദർശം മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുവാൻ വേണ്ടിയുള്ള ആ കുൽസിത ശ്രമം സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ഇന്നും ഈ വിഷയം സത്യാന്വേഷികൾക്ക് മുമ്പിൽ, സംശയാലുകൾക്ക് മുമ്പിൽ ഈ വിഷയം ഒന്നുകൂടി ചർച്ച ചെയ്യുകയും അതിൻ്റെ സംശയങ്ങൾ തീർത്തു കൊടുക്കുവാനുള്ള അവസരമുണ്ടാവുകയും ചെയ്യുന്നത് വളരെ നല്ല ഒരു അനുഭവമായിരിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ നമ്മുടെ വിഷയം അവതരിപ്പിക്കുവാൻ വേണ്ടി നാം ആഗ്രഹിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള പണ്ഡിതനും പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വിവാദപരമായ വിഷയങ്ങളിൽ ഏറ്റവും സൂക്ഷ്മമായി കാര്യങ്ങൾ പറയാൻ യോഗ്യനുമായി സുന്നി കേരളത്തിൻ്റെ ആശയും ആവേശവുമായി നാം കരുതുന്ന ബഹുമാന്യനായ നജീബ് ഉസ്താദ് അവർകളാണ്. മഹാനവറുകളെ ഈ വിഷയാവതരണത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله. بسم الله الرحمن الرحيم. وما أرسلنا من رسول إلا ليطاع بإذن الله ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. صدق الله مولانا العظيم. لو كان جارحة مني لها لغة تثني عليك بما أوليت من حسني لكان ما زاد شكري إذ شكرت به إليك أبلغ في الإحسان والمنن. ഈ പരിപാടി നിയന്ത്രിക്കുന്ന അധ്യക്ഷവേദിയിലെ പണ്ഡിതന്മാരെ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഞങ്ങളുടെ അഭിവന്ന ആത്മീയ സ്രോതസ് ബഹുവന്ദരായ തങ്ങളവറുകളെ, കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ്
സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങളവറുകളെ, സദസ്സിലും വേദിയിലുമുള്ള സയ്യിദുമാരെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം. കുറച്ചുകാലമായി നിർബാധം കേട്ടുകൊണ്ടിരിക്കുന്ന, 6-7 പതിറ്റാണ്ടുകാലമായി കേരളത്തിൽ ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മുദ്രാവാക്യമായി മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രമേയമാണിത്. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം. ഇത് ഈ പ്രസ്ഥാനത്തിൻ്റെ മാത്രം ഔദ്യോഗിക മുദ്രാവാക്യമല്ലത്രേ. 1,24,000 നബിമാരും വിശേഷിച്ച് അവരിലെ 313 മുർസലുകളും ഈ ലോകത്ത് പ്രബോധനം ചെയ്ത് സ്ഥാപിച്ച തൗഹീദിന്റെ മൗലിക ഭാഗമാണത്രേ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന കാതലായ ഭാഗം. ഈ മുദ്രാവാക്യം അതേപടി പ്രചരിപ്പിക്കുന്നതിനും അതേറ്റുപാടുന്ന വിഭാഗത്തെ അന്ത്യനാൾ വരെ നിലനിർത്തുന്നതിനും വേണ്ടിയാണത്രേ കഴിഞ്ഞ കാലത്തെ പ്രവാചകന്മാരത്രയും നിയുക്തരായത്. നബിമാരെല്ലാം പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന് പഠിപ്പിക്കാൻ വന്നതാണെങ്കിൽ ഇതിനു വിരുദ്ധമായി തോന്നുന്ന തൗഹീദിന്റെ കാതലായ ഭാഗം എന്ന് ഇവർ വിലയിരുത്തുന്ന ഈ ആശയത്തിന് വിരുദ്ധമായി തോന്നുന്ന ശ്രമങ്ങളെയും പരിശ്രമങ്ങളെയും പ്രവർത്തനങ്ങളെയും വാക്കുകളെയുമൊക്കെ കഠിനമായി വിമർശിക്കുകയും എതിർക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യേണ്ടത് തൗഹീദിന്റെ ആളുകളുടെ കടമയും ചുമതലയുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ചുമതല നിറവേറ്റുവാനാണ് 7 പതിറ്റാണ്ടായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അതിനു മുൻപ് കേരളത്തിലുള്ള മുസ്ലിങ്ങൾ കേട്ടുപരിചയമില്ലാത്ത പുതിയ കുറേ വാദങ്ങളുമായി കടന്നുവന്ന വഹാബി പ്രസ്ഥാനം. കാലാന്തരത്തിൽ ഈ പ്രസ്ഥാനത്തിനകത്ത് പല സംഘടനകളും രൂപീകൃതമായിട്ടുണ്ട്. ഈ പ്രസ്ഥാനം തൗഹീദിന്റെ അടിസ്ഥാന ഭാഗമായി വിശ്വസിക്കുന്ന ഈ മുദ്രാവാക്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന പടയോട്ടവും പരിശ്രമവും പ്രസംഗ പ്രവർത്തനങ്ങളുമൊക്കെ അവരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാതെ തന്നെ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഈ വാദത്തിൽ, ഈ പ്രമേയത്തെക്കുറിച്ച് അവർ പൊലിപ്പിച്ചു പറയുന്നതിൽ ഭീമമായ ഒരുപാട് അബദ്ധങ്ങൾ കുടുങ്ങിപ്പോയിട്ടുണ്ട്. ഏതാണ്ട് 3/4 നൂറ്റാണ്ടുകാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വഹാബി പ്രസ്ഥാനം തങ്ങളുടെ മൗലിക മുദ്രാവാക്യമായി ഉയർത്തിപ്പിടിക്കുന്ന ഈ മുദ്രാവാക്യത്തിൽ അപാകതകൾ ധാരാളമുണ്ട്. നന്ന ചുരുങ്ങിയത് അനുചിതത്വമെങ്കിലുമുണ്ട്. ഇതുകൊണ്ടാണ് പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന് ചോദ്യചിഹ്നമിട്ടുകൊണ്ട് ഈ വിഷയം IDF ഉയർത്തിക്കാണിക്കുന്നത്. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന വാദത്തെ, ആ മുദ്രാവാക്യത്തെ ചോദ്യം ചെയ്യുകയാണ് IDF. എന്തുകൊണ്ടെന്നാൽ ഈ മുദ്രാവാക്യം മുഴക്കുന്നവർക്ക് പ്രാർത്ഥനയെ സംബന്ധിച്ച് ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പഠിച്ച് അറിഞ്ഞ് അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇക്കാര്യം ബഹുജനങ്ങളെയും സാധാരണക്കാരെയും ബോധീകരിക്കുന്നതിനും അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനുമാണ് ഇതേ വിഷയത്തെ തന്നെ ഈ രൂപത്തിൽ IDF വിവിധ കേന്ദ്രങ്ങളിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ ജനങ്ങൾ എന്നു മാത്രമല്ല, വിദ്വൽ ജനങ്ങൾ തന്നെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് അമ്പിയാക്കന്മാരുടെ മുഴുവൻ തൗഹീദിന്റെ കാതലായ അടിസ്ഥാനപരമായ ഭാഗമായി ഒരു 7 പതിറ്റാണ്ടുകാലത്തെ നിരന്തരമായ മുദ്രാവാക്യമുയർത്തൽ കൊണ്ട് ധരിച്ചു വശായിട്ടുണ്ട് എന്ന് തോന്നിപ്പോകുന്നു. വിശുദ്ധ ഖുർആനിലെ നിരവധി ആയത്തുകളുടെ പരിഭാഷയായി പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ പരിഭാഷകളിലെല്ലാം അള്ളാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടൂ, അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരോ പണ്ഡിതന്മാരോ ഔലിയാക്കളോ വിഗ്രഹങ്ങളോ യാതൊരു വിധത്തിലുള്ള ഉപകാരവും ഉപദ്രവവും ചെയ്യുകയില്ല എന്നിങ്ങനെയുള്ള പരാമർശങ്ങൾ വിശുദ്ധ ഖുർആന്റെ ആയത്തിന്റെ പരിഭാഷയായി, വിശുദ്ധ ഖുർആന്റെ പാഠമായി നമ്മുടെ നാടുകളിൽ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആൻ പരിഭാഷകളിലൂടെ പഠിപ്പിക്കപ്പെട്ടു വരുന്നുണ്ട്. അറിഞ്ഞും അറിയാതെയും ഈ പരിഭാഷകളുടെ വിതരണക്കാരും ഈ പരിഭാഷകളുടെ പ്രചാരകരുമായി നമ്മളൊക്കെ മാറിപ്പോകുന്നുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പേരിൽ പോലും വിശുദ്ധ ഖുർആനിന്റെ ഇത്തരം പരിഭാഷകൾ നിരന്തരമായി പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഏതാണ്ട് ഒരു 75 വർഷക്കാലത്തെ നിരന്തരമായി ഉയർത്തുന്ന പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന മുദ്രാവാക്യത്തിന്റെ പ്രചരണത്തിന്റെ ഫലമാണ്. ഇത് അമ്പിയാക്കന്മാരുടെ തൗഹീദിന്റെ അടിസ്ഥാനപരമായ ഭാഗമായി ഒരു വേള സാധാരണക്കാരല്ല പണ്ഡിതന്മാർ പോലും മനസ്സിലാക്കിപ്പോയി. അപ്പോഴും എന്താണ് പ്രാർത്ഥന, ഏതർത്ഥത്തിനാണിത് പറയുന്നത് എന്ന് സാധാരണക്കാരോ ഖുർആനിന്റെ പരിഭാഷയുമായി ബന്ധപ്പെട്ട് ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരോ ചിന്തിക്കുന്നില്ല. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന ഈ മുദ്രാവാക്യത്തിൽ ഒന്നുകിൽ പ്രാർത്ഥന എന്താണെന്ന് തിരിയായികയുണ്ട്, അല്ലെങ്കിൽ തിരിഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കലുണ്ട്. ഇതാണ് ഈ വിഷയാവതരണത്തിന്റെ കാതലായ ഭാഗം. പ്രാർത്ഥന ഇതൊരു സാങ്കേതിക ശബ്ദമാണ്, വേദശബ്ദമാണിത്. പ്രത്യേകിച്ചും ഈ പദം മലയാള മണ്ണിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിന്റെ പരിഭാഷകളിലൂടെയാണ്. വിശുദ്ധ ഖുർആൻ എന്ന വേദത്തിന് മുൻപ് അവതരിച്ച ഇഞ്ചീൽ, തൗറാത്ത് എന്ന വേദങ്ങളെ പ്രതിയാണല്ലോ ഇവിടെ ബൈബിളുകൾ പ്രചാരത്തിൽ വന്നത്. ഈ ബൈബിളുകളിൽ പ്രചാരപ്പെട്ട ഒരു വാക്കാണ് പ്രാർത്ഥന. കേവലം ഒരു മലയാള വാക്കായി നാം ഇത് മനസ്സിലാക്കിക്കൂടാ. വേദശബ്ദമാണിത്. സ്വലാത്ത് എന്ന വാക്കുപോലെ, സക്കാത്ത് എന്ന വാക്കുപോലെ, സ്വൗം എന്ന വാക്കുപോലെ, ഹജ്ജ് എന്ന വാക്കുപോലെ, ദുആ എന്ന് അറബിലും ഇസ്ലാമിക ശരീഅത്തിന്റെ ഒരു വേദശബ്ദമാണ്. ഈ ദുആ എന്ന വേദശബ്ദത്തിന്റെ, വിശുദ്ധ ഖുർആനിലെ വേദശബ്ദത്തിന്റെ മുൻകാലത്ത് ബൈബിളുകളിൽ പ്രചാരപ്പെട്ട വാക്യമാണ് പ്രാർത്ഥന. നമസ്കാരം, നമ്മളൊരാളെ കണ്ടാൽ വന്ദനമെന്ന അർത്ഥത്തിൽ നമസ്കാരം സർ സ്കൂളുകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമസ്കാരം അങ്ങനെ പറയാമോ? 5 വഖത്ത് നമസ്കാരം എന്ന് നമ്മൾ പറയുന്ന നമസ്കാരത്തെ, സ്വലാത്ത് എന്ന വേദശബ്ദത്തെ, വളർച്ച
സംസ്കരണം എന്നൊക്കെ അർത്ഥമാണ് സക്കാത്ത് എന്ന പദത്തിന്. അങ്ങനെ പറയാമോ? നിശ്ചിതമായ സ്വത്തിൽ നിശ്ചിത വിഭാഗത്തിന് നിശ്ചിത നിയമങ്ങളോടെ നൽകപ്പെടേണ്ട നിശ്ചിത സമ്പത്തിന്റെ വിഹിതം എന്ന സക്കാത്തിന്? അടക്കം, നിയന്ത്രണം, മിണ്ടാതിരിക്കുക എന്നാണ് സൗം എന്ന വാക്കിന്റെ അർത്ഥം, ഭാഷാർത്ഥം. പക്ഷെ അങ്ങനെ പറയാമോ റമദാൻ മാസത്തിലെ നോമ്പിന് വേണ്ടി പറയുന്ന സൗം എന്ന ശബ്ദത്തെ? കരുതുക, ലക്ഷ്യമാക്കുക എന്നാണ് ഹജ്ജ് എന്ന ശബ്ദം. പക്ഷെ വർഷാന്തം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ കഅബയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രയാണവും അതിനെ ആധാരമാക്കിക്കൊണ്ട് നടത്തുന്ന നിശ്ചിതമായ കർമ്മങ്ങളും ഉള്ളടങ്ങുന്ന ഹജ്ജിനെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ? ഇതുപോലെ തന്നെയാണ് ദുആ എന്ന വേദശബ്ദം. ദുആ എന്ന വേദശബ്ദത്തിന്റെ പരിഭാഷയായി വിശുദ്ധ ഖുർആൻ ദുആ പ്രയോഗിക്കുന്നതിന് മുൻപേ ബൈബിളുകളിൽ പ്രയോഗിക്കപ്പെട്ടു വന്നിരിക്കുന്ന വാക്യമാണ് പ്രാർത്ഥന. ഇത് വേദശബ്ദമാണ്. ഞാനിത് പറയുന്നത് കേവലം ഒരു ഭാഷാപരമായ വാക്കായി മാത്രം നമ്മളതിനെ വിലയിരുത്തിക്കൂടാ. ഈ വേദശബ്ദത്തെ വേദശബ്ദം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർ തന്നെ എങ്ങനെയാണ് അർത്ഥകൽപ്പന നടത്തുന്നത്? ഇത് വേദശബ്ദ രത്നാകരം, മലയാളികൾക്ക് സുപരിചിതനായ ഡി ബാബുപോളിന്റെ ഗ്രന്ഥമാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കുന്ന ഗ്രന്ഥം. വേദശബ്ദ രത്നാകരം. ഇതിൽ പ്രാർത്ഥനയെ പറ്റി പറയുന്നത് നോക്കുക. ബൈബിളിന്റെ സാങ്കേതികമായ ശബ്ദങ്ങളെ നിർവചിക്കുകയും ആ ശബ്ദങ്ങളുടെ ഉദ്ദേശങ്ങളും അർത്ഥങ്ങളും എന്താണെന്ന് വിവരിക്കുകയും ചെയ്യുന്ന മാധ്യമത്തിലെ കോളമിസ്റ്റായി പ്രസിദ്ധനായി സാധാരണ ചെറുപ്പക്കാർക്കൊക്കെ അറിയാവുന്ന ബാബു പോൾ. ഈ ബാബു പോളിന്റെ വിവരണം കേൾക്കുക. പ്രാർത്ഥന, വേദശബ്ദം എന്ന് ഇദ്ദേഹം പ്രാർത്ഥന എന്ന വാക്യത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. മലയാള വാക്യങ്ങളെ പലതുമായി പലതിനെയും പല രൂപത്തിൽ അദ്ദേഹം എഴുതുന്ന കൂട്ടത്തിൽ സാങ്കേതിക ശബ്ദം എഴുതാൻ ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണ് വേശ, അതായത് വേദശബ്ദം എന്നർത്ഥം. വേദത്തിലെ സാങ്കേതിക പദമാണിത് എന്നർത്ഥം. വേദത്തിലെ ഈ സാങ്കേതിക പദത്തെ അദ്ദേഹം എങ്ങനെ നിർവചിക്കുന്നു? പ്രാർത്ഥന, ഈശ്വരനോട് ചെയ്യുന്ന അപേക്ഷ. പഴയ നിയമത്തിൽ 85 പ്രാർത്ഥനകളും പൂർണ്ണമായോ ഭാഗികമായോ പ്രാർത്ഥന എന്ന് വിശേഷിപ്പിക്കാവുന്ന 74 സങ്കീർത്തനങ്ങളും ഉള്ളതായി ഒരു പണ്ഡിതൻ എഴുതിയിരിക്കുന്നു. ദൈവവുമായി മനുഷ്യൻ സംവദിക്കുന്നതാണ് പ്രാർത്ഥനയെങ്കിൽ ഉൽപ്പത്തി 3-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ആദ്യ പ്രാർത്ഥന. വേദശബ്ദ രത്നാകരത്തിലെ പേജ് 437. അപ്പൊ 74 സങ്കീർത്തനങ്ങളും 85 പ്രാർത്ഥനാവാക്യങ്ങളും ഉൾക്കൊള്ളുന്ന, പഴയ നിയമത്തിൽ തന്നെ ഉൾക്കൊള്ളിക്കപ്പെടുന്ന വിധത്തിലുള്ള എല്ലാറ്റിനെയും വ്യാപകമായി ഉൾക്കൊള്ളുന്ന ഒരു വാക്യമാണ് പ്രാർത്ഥന എന്ന വാക്യം. ഇത് സാങ്കേതിക ശബ്ദമാണ് എന്നർത്ഥം. ഇതിന്റെ അടിസ്ഥാനപരമായ അർത്ഥം ഈശ്വരനോട് ചെയ്യുന്ന അപേക്ഷ എന്നാണ്. ഈശ്വരനോട് ചെയ്യുന്ന അപേക്ഷയാണ് പ്രാർത്ഥന. ഈശ്വരൻ എന്ന് നമുക്കൊക്കെ അറിയാലോ. അള്ളാഹു എന്ന് നമ്മൾ വിളിക്കുന്ന, അറബ് ശബ്ദത്തിൽ നമ്മൾ പേർ വിളിക്കുന്ന അള്ളാഹു എന്ന ശക്തിയെ, തിരുദാത്തിനെ മലയാളത്തിൽ ഉദ്ദേശിച്ച് ഏതാണ്ട് യോജിപ്പിച്ച് പറയാവുന്ന അർത്ഥമാണ് ഈശ്വരൻ. ഈ ഈശ്വരനോട് ചെയ്യുന്ന അപേക്ഷയാണ് പ്രാർത്ഥന. ഇനി ഇസ്ലാമിക വേദശബ്ദ പണ്ഡിതന്മാർ ഇതിനെ നിർവചിക്കുന്നത് എങ്ങനെയെന്ന് കാണുക. ഇത് പ്രാർത്ഥന എന്ന മലയാള വാക്യത്തെ, ഈ മലയാള വാക്യം വേദശബ്ദമായി പരിചയപ്പെടുത്തിയ വിഭാഗം ബൈബിളുകളിലെ വിവരിച്ചു തന്നുകൊണ്ട് ബൈബിളിലെ ആ വേദശബ്ദത്തിന് എന്താണ് അർത്ഥം എന്ന് വിവരിച്ചതാണ് ഞാൻ മലയാളത്തിൽ വായിച്ചത്. ഇനി വിശുദ്ധ ഖുർആൻ ദുആ എന്ന് വേദശബ്ദമായി ഉപയോഗിച്ചിട്ടുള്ള ആ വാക്യം, ആ ദുആ എന്ന് പറഞ്ഞ വാക്യമാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റായി പരിഭാഷപ്പെടുത്തി, കള്ളമായി പരിഭാഷപ്പെടുത്തി ലോകത്തുടനീളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ദുആ എന്ന വാക്യത്തിന്റെ വേദശാസ്ത്ര പണ്ഡിതന്മാർ, ഇസ്ലാമിക വേദശാസ്ത്ര പണ്ഡിതന്മാർ നൽകുന്ന അർത്ഥം നോക്കുക. ഇമാം റാസി ദഅവ, ദുആ എന്ന വാക്യത്തെ അധികരിച്ചുകൊണ്ട് അദ്ദേഹം അതിന്റെ നിർവചനം നൽകുന്നു. വഹഖീഖത്തു ദുആ ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹ് ജല്ല ജലാലു അൽ ഇനായത വസ്തിംദാദുഹു ഇയ്യാഹുൽ മഊനത. വഹഖീഖത്തു ദുആ,
ദുആ എന്നതിന്റെ യഥാർത്ഥ നിർവചനം ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു ജല്ല ജലാലുഹുൽ ഇനായത. ഒരടിയാൻ തന്റെ യജമാനനായ അള്ളാഹുവിനെ, ദൈവത്തെ, ആ ദൈവത്തിന്റെ പരിഗണന ശരിക്കും ഉറപ്പുവരുത്തി നേടുകയും തേടുകയും ചെയ്യുന്നതിനാണ് ദുആ എന്ന് പറയുന്നത്. വസ്തിംദാദുഹു ഇയ്യാഹുൽ മഅൂനത. വസ്തിംദാദുഹു അടിയാൻ ആവശ്യപ്പെടുകയും സഹായം തേടുകയും ചെയ്യുക. ഇയ്യാഹു തന്റെ യജമാനനായ റബ്ബിനോട്, അൽ മഅൂനത സഹായത്തെ. അപ്പൊ റബ്ബിന്റെ സഹായം ആ റബ്ബിന്റെ അടിമ തേടുന്നതിനും റബ്ബിന്റെ പരിഗണന, റബ്ബിഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് അടിമ ഉറപ്പുവരുത്തുന്നതിനുമാണ് ദുആ എന്ന് പറയുന്നത്. ദുആയുടെ നിർവചനം ഇതാണെന്ന് ഇമാം റാസി തന്റെ തഫ്സീർ 5-ാം വാള്യം 97-ാം പേജിൽ, ഇതൊരു പതിപ്പാണ്, പതിപ്പുകൾ തമ്മിൽ പേജിൽ മാറ്റമുണ്ടാവും, 5-ാം വാള്യം 97-ാം പേജിൽ പറയുന്നു. ഈ അർത്ഥത്തിൽ എന്തിനൊക്കെ ദുആ എന്ന് പറയും? നമ്മൾ കേൾക്കുമ്പോൾ ദുആർക്കുക എന്ന് പറയുമ്പോൾ വേഗം പ്രാർത്ഥിക്കുക എന്നർത്ഥം വെക്കും. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന വാചകങ്ങൾ നമുക്ക് ഓർമ്മയിൽ വരും. എന്നാൽ എന്ത് ദുആ, എന്തെല്ലാം ഇതിൽ ഉൾക്കൊള്ളും? ഇത് വേദപണ്ഡിതന്മാർ വിവരിച്ചു തരുന്നത് തന്നെ അവലംബിക്കുകയേ മാർഗമുള്ളൂ. വേദത്തിന്റെ ശബ്ദത്തിന് എന്തെല്ലാം നമ്മൾ പ്രാർത്ഥന എന്ന വാചകത്തിലും ദുആ എന്ന വാചകത്തിലും തന്നെ പെടുത്താറുണ്ട്. നിസ്കാരം, പള്ളിയിൽ പോയിരിക്കുന്ന ഒരാൾ നിസ്കരിക്കാൻ, എന്താ നമ്മൾ പറയാ? അയാൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ. ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ എന്ത് പറയും? അയാൾ പ്രാർത്ഥിക്കുകയാണ്. പള്ളി, ഇതും ബൈബിൾ വേദത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന വാക്കാണ്. നമ്മുടെ വേദശബ്ദം മസ്ജിദ് എന്നാണ്. ഈ മസ്ജിദിൽ പോയതിന് നമ്മൾ സാധാരണ എന്താ പറയുക? പ്രാർത്ഥനാലയത്തിൽ പോയി. പ്രാർത്ഥനാലയം. അപ്പൊ പ്രാർത്ഥനാലയം, പ്രഭാത പ്രാർത്ഥന, സുബ്ഹ് നിസ്കാരം, സന്ധ്യക്ക് പ്രാർത്ഥന, മഗ്‌രിബ് നിസ്കാരം, ഇതൊക്കെ നമ്മൾ നടത്തുന്ന ഇബാദത്തുകളെക്കുറിച്ചും ആരാധനകളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രാർത്ഥന എന്ന്. ഇനി നമ്മുടെ തന്നെ ദുആ എന്ന് സാധാരണ നമ്മൾ പറഞ്ഞു വരാറുള്ള ദുആയി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലക്കൽ ഹംദു യാ അല്ലാഹ് എന്ന് തുടങ്ങിയിട്ട് എത്ര സ്തുതികീർത്തനത്തിന്റെ സങ്കീർത്തനത്തിന്റെ വാചകങ്ങളാണ് നമ്മൾ പറയാറുള്ളത്. ഈ സങ്കീർത്തന വാചകങ്ങൾക്കൊക്കെയും പറയുന്നത് പ്രാർത്ഥന എന്നാണ്. അപ്പൊ ഇബാദത്തുകൾക്കൊക്കെയും അള്ളാഹുവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന, പടച്ചവന്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെയും ദുആ എന്ന ശബ്ദം വേദശബ്ദപ്രകാരം വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനപ്രകാരം പറയും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് ഫുഖഹാവും മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മുടെ നിസ്കാരത്തിനിടയിൽ ഒരു മസ്അല പറയുന്നുണ്ട്. വലാ തബ്തുലു സ്വലാത്തു ബിദ്ദിക്രി വദ്ദുആഇ ഇല്ലാ അൻ യുഖാതിബ ബിഹിൽ ഗൈറല്ലാഹി വറസൂലിഹി. അള്ളാഹുവിനെയും റസൂലിനെയും അല്ലാതെ സംബോധന ചെയ്തുകൊണ്ടല്ലാതെ ഒരാൾ എന്തു ദിക്ർ നടത്തിയാലും എന്തു ദുആ നടത്തിയാലും ആ ദുആക്കും ദിക്ർ കൊണ്ടും നിസ്കാരം ബാത്തിലാവൂല. ഇത് നിസ്കാരത്തിന്റെ ഒരു മസാലയാണ്. നിസ്കാരത്തിൽ പ്രത്യേകം നിയമമാക്കപ്പെടാത്ത ദിക്റുകൾ എന്തെങ്കിലും ഒരാൾ ചൊല്ലിയിട്ട് നിസ്കാരം അങ്ങനെ നീട്ടി, ഉദാഹരണം സുജൂദിൽ പോയിട്ട് ഒരുപാട് ദിക്ർ ചൊല്ലി അല്ലെങ്കിൽ ദുആ നടത്തി, മലയാളത്തിലല്ലേ അറബ് ഭാഷയിൽ പറ്റാവുന്ന ദുആകൾ നടത്തി, ഇത്തരം ദിക്ർ കൊണ്ടും ദുആ കൊണ്ടും അള്ളാഹുവിനോടും റസൂലിനോടും സംബോധന ചെയ്തിട്ടാണെങ്കിൽ എത്രയും ആവാം. അള്ളാഹുവിനോടും റസൂലിനോടും അല്ലാതെ സംബോധന ചെയ്താൽ ദിക്റാണെങ്കിലും ദുആയാണെങ്കിലും ഒക്കെ നിസ്കാരം ബാത്തിലാവും. അള്ളാഹുവിനോടും റസൂലിനോടും സംബോധന ചെയ്തിട്ടാണെങ്കിൽ ഏതു ദിക്റും ദുആയും നടത്താം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് നമ്മൾ സലാം പറയുന്നുണ്ടല്ലോ. അതൊരാൾ അത്തഹിയാത്തിൽ ശറഇൽ വന്നിട്ടുള്ളതാണ്, അത്തഹിയാത്തിന്റെ വാചകമാണ്. ഇനി ഒരാൾ അല്ലാതെ ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു അസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ്, നിസ്കാരം ബാത്തിലാവൂല. സംബോധനയുണ്ട്, റസൂലിനോടാ സംബോധന. അപ്പൊ അള്ളാഹുവിനോടും റസൂലിനോടും സംബോധന ചെയ്തുകൊണ്ടുള്ള ദിക്ർ ദുആ കൊണ്ട് നിസ്കാരം ബാത്തിലാവൂല എന്ന് പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ ഫുഖഹാവ് പറയുന്നു ഒമിന ദുആഇൻ നദുറു, ഈ ദുആ എന്നതിൽ പെട്ടതാണ്, അതായത് പ്രാർത്ഥന എന്നതിൽ ഉൾക്കൊണ്ടതാണ് അൻ നദുറു, നേർച്ചയുടെ വാക്യം, നേർച്ചയാക്കണ വാക്യം. നേർച്ചയാക്കണ വാക്യം എന്ന് പറഞ്ഞാൽ എന്താ? നദർതു ലില്ലാഹി കദ അലൈ അലയ്യ ലില്ലാഹി കദ, ഇന്നാലിന്റെ കാര്യം ഞാൻ അല്ലാഹു തആലാക്ക് വേണ്ടി ചെയ്യുമെന്ന് നേർച്ചയാക്കുന്നു. ഇത് മലയാളത്തിൽ പറയാൻ പറ്റില്ല. അറബിൽ ഒരാൾ ഈ നേർച്ചയുടെ വാക്യം നിസ്കാരത്തിൽ ഉച്ചരിച്ചുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. അതിനെന്താ കാരണം? പറയുന്നു ഒമിന ദുആഇ അൻ നദുറു, പ്രാർത്ഥനയിൽപ്പെട്ടതാണ്, ദുആയിൽപ്പെട്ടതാണ് നേർച്ച. ലി അന്നഹു മുനാജാത്ത്, അത് അള്ളാഹുവിനോടുള്ള
സംബോധനയും സംസാരവുമാണല്ലോ. അപ്പൊ അള്ളാഹുവിനോടുള്ള മുനാജാത്തോ അള്ളാഹുവിനോടുള്ള സംവേദനമോ അള്ളാഹുവിനോടുള്ള സംബോധനയോ ആണെങ്കിൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. ഇത് നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. ഞാൻ വായിച്ച ഈ വാക്യമുള്ളത് ഇമാം റംലിയുടെ സിത്തീന മസ്അലയിലും ആ മസ്അലയുടെ വ്യാഖ്യാനം ദിമ്യാത്തുയുടെ ഹാഷിയുമാണ്. നോക്കിയപ്പോൾ കിട്ടിയ പേജ് ഇത് മിക്ക കിതാബുകളിലുണ്ട്. അപ്പൊ നേർച്ച നിറയുന്ന കർമ്മത്തെക്കുറിച്ചും അതിനുവേണ്ടി ഉച്ചരിക്കേണ്ട അനിവാര്യമായ വാചകത്തെക്കുറിച്ചും ദുആ എന്നാ പറയുന്നത്. ദിക്റുകളെക്കുറിച്ച് ദുആ എന്ന് പറയും, നിസ്കാരത്തെക്കുറിച്ച് ദുആ എന്ന് പറയും. ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ. അദ്ദുആഉ അല്ലാഹുവിനോടുള്ള പ്രാർത്ഥന, ഹുവ ആ പ്രാർത്ഥന തന്നെയാകുന്നു, അൽ ഇബാദത്തു ഇബാദത്തുകളാകെയും. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും ഇബാദത്തുകളൊക്കെയും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാകുന്നു എന്നും, അതുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ട് ഒരാൾ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് അവൻ വാചകം ചെലവഴിച്ചില്ലെങ്കിലും, സാധാരണ അവൻ അറിയാവുന്ന വാചകങ്ങളൊന്നും അവൻ ഉപയോഗിച്ചില്ലെങ്കിലും പ്രാർത്ഥിച്ചതുപോലുള്ള നേട്ടങ്ങളും പുണ്യങ്ങളും അല്ലാഹു തആല ഇബാദത്തിൽ മുഴുകിയ ഒരാൾക്ക് ഏറെയായി നൽകുമെന്നുമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. ഇത് നബി തങ്ങൾ വ്യക്തമായും നബിയുടെ ഭാഷയിൽ പറയുന്നുണ്ട്. മൻ ശഗലഹു ഇബാദതി അൻ മസ്അലതി ഉഅതീഹി അഫ്ളല മാ ഉഅതി സ്വായിലീൻ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലവനും എനിക്ക് ഇബാദത്ത് ചെയ്ത് അതുമായി നിരതനായിട്ട് എന്നോട് ചോദിക്കാനും ദുആ ചെയ്യാനും പ്രാർത്ഥിക്കാനും വാചകങ്ങൾ ഉദ്ധരിക്കാനും അവന് സമയം കിട്ടിയില്ലെങ്കിൽ ആ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഉഴത്തി അവന് ഞാൻ നൽകും. അഫ്ളലമാ ഉഴത്തി സായിലീൻ, ചോദിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന അപേക്ഷിക്കുന്ന ആളുകൾക്ക് നൽകുന്നതിലും മെച്ചപ്പെട്ട് ഞാൻ അവർക്ക് നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ച ഹദീസിന്റെ ചുരുക്കവാക്യമാണ് അദ്ദുആഉ മുഖുൽ ഇബാദ അദ്ദുആഉ ഹുവൽ ഇബാദ. ഇബാദത്തുകളൊക്കെയും അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഇബാദത്തുകളെ കൊണ്ട് ദുആ എന്ന് പറയുമെന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നത്. ഇത് അക്കമിട്ട് ഇമാം റാസി വിവരിക്കുന്നു. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം നമ്പറിട്ട് വിവരിക്കുന്നു എന്തെല്ലാം ദുആയുടെ അർത്ഥമാകും. ഒന്ന്, അൻ യകൂന ദുആഉ ഇബാറത്തൻ അനി തൗഹീദ്. ഖുർആനിൽ പറയുന്ന ദുആ എന്നതിന്റെ അർത്ഥം തൗഹീദ് എന്നാണ്. അല്ലാഹു ഏകനാണെന്നും അല്ലാഹു മാത്രമാണ് ഇലാഹെന്നും വിശ്വസിക്കുക. സത്യത്തിലുള്ള ഇലാഹ് അല്ലാഹു മാത്രമാണെന്നും സത്യത്തിൽ ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രമാണെന്നും വിശ്വസിക്കുന്ന തൗഹീദിന്റെ ശബ്ദത്തിന് പകരം ദുആ എന്നുപയോഗിക്കും. രണ്ട്, അയ്യക്കൂനൽ മുറാദു തൗബ, പശ്ചാത്താപം. ഒരാൾ തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുന്നതിന് ദുആ എന്ന് പറയും. പ്രാർത്ഥനയൊന്നും വേണ്ട, എന്റെ മനസ്സ് തോന്നിയാൽ മതി. എന്നിൽ നിന്ന് സംഭവിച്ചു പോയൊരു തെറ്റിനെ സംബന്ധിച്ച്, വലിയൊരു കുറ്റത്തെ സംബന്ധിച്ച്, പടച്ചോനെ എന്നിൽ പറ്റിപ്പോയല്ലോ എന്ന് ഹൃദയത്തിന്റെ അകത്തൊരു വിചാരം വന്നാൽ ആ വിചാരത്തെ കൊണ്ട് തൗബ എന്ന് പറയും. ഈ തൗബക്കും ദുആ എന്ന് പറയും. മൂന്ന്, അയ്യക്കൂനൽ മുറാദുൽ ഇബാദ, ഇബാദത്ത് എന്നാണ് ദുആയുടെ അർത്ഥം. വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളിൽ ദുആ എന്നതിന് ഉദ്ധരിച്ച് അല്ലാഹു തആല പറയുന്നത് ഇബാദത്ത് എന്ന അർത്ഥത്തിലാണ്. ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ അത് വിശദമായി വിവരിക്കുന്നുണ്ട്. മഹാനായ ഇമാം റാസി മുതൽ അതിന്റെയും മുൻപുള്ള തഫ്സീറുകാർ മുതൽ ദുആ എന്ന വാക്യത്തെ ഇബാദത്ത് എന്ന് വ്യാഖ്യാനിച്ചിട്ട് അനേകം ആയത്തുകളിൽ വിവരിക്കുന്നുണ്ട്. ലഭ്യമായ തഫ്സീറുകളിൽ ഏറ്റവും പഴക്കമുള്ളതും ആധികാരികമായതും ഇബ്നു ജരീർ തബരി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറാണ്. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ദുആ എന്ന് പറയുമ്പോൾ ഇബാദത്ത്, യദ്ഊന എന്നതിന് യഅ്ബുദൂന. തഫ്സീർ ജലാലൈനി സാധാരണ പള്ളി ദർസുകളിൽ ഓതി വരുന്ന ഏക തഫ്സീർ. ആ തഫ്സീറിൽ യദ്ഊന എന്ന് കണ്ടാൽ ഉടനെ പറയുന്നത് യഅ്ബുദൂന, ഇബാദത്ത് ചെയ്യുന്നവർ. ഇന്നല്ലദീന തദ്ഊന തഅ്ബുദൂന, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ദൈവങ്ങൾ. ഇങ്ങനെ ഇബാദത്ത് എന്ന അർത്ഥത്തിലാണ് ദുആ. ഈ അർത്ഥത്തിലും ദുആ വരും. നാലാമത്, അൻ യുഫസ്സറ ബിത്വലബിൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജഹു. ഒരടിയാൻ തന്റെ യജമാനനായ റബ്ബിനോട് തന്റെ ആവശ്യങ്ങൾ അപേക്ഷിക്കുക. ഈ അപേക്ഷിക്കുന്നതിനും ദുആ എന്ന് പറയും. ഇത് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുക, ദുആയിരക്കുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്ന വാചകത്തിന്റെ അർത്ഥം നാലാം നമ്പർ പറഞ്ഞാൽ താണർത്ഥം എന്നുള്ള അർത്ഥത്തിലല്ല. ഇമാം റാസി വിവരിക്കുമ്പോൾ അദ്ദേഹം അവസാനമായിട്ട് വിവരിക്കുന്ന അർത്ഥമാണ് തന്റെ ആവശ്യങ്ങൾ യജമാനന് മുമ്പിൽ സമർപ്പിക്കുന്ന അപേക്ഷക്കും ദുആ എന്ന് പറയുമെന്ന്. അപ്പൊ അപേക്ഷാവാക്യത്തിനും പ്രാർത്ഥനാവാക്യത്തിനും ദുആ എന്ന് പറയും പോലെ ആരാധനാകർമ്മങ്ങൾക്ക് ദുആ എന്ന് പറയും. അടിസ്ഥാനപരമായി അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുന്ന തൗഹീദിന്റെ വിശ്വാസത്തിന് ദുആ എന്ന് പറയും. അതുപോലെ നമ്മുടെ കർമ്മങ്ങളിലും പ്രവർത്തനങ്ങളിലും വിശ്വാസത്തിലും വരുന്ന അനേകം കാര്യങ്ങൾക്ക് ദുആ എന്ന് പറയും.
അങ്ങനെ വന്നാൽ ആകെയുള്ള ഈ വേദശബ്ദത്തിന്റെ വിവരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് യജമാനനായ റബ്ബുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കർമ്മങ്ങളോ വിശ്വാസങ്ങളോ വാചകങ്ങളോ പ്രാർത്ഥനകളോ മാത്രമാണ് ദുആ. റബ്ബിനോടും അള്ളാഹുവിനോടും നടത്തുന്ന പ്രാർത്ഥനകളോ റബ്ബിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളോ റബ്ബിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകളോ അല്ലാതെ ദുആ പ്രാർത്ഥന എന്ന വാക്യം ഉച്ചരിക്കുകയില്ല. വേദശബ്ദത്തെ വ്യാഖ്യാനിച്ച ബാബു പോലും വിവരിച്ചത് തന്നെയാണ്. ഈശ്വരനോടുള്ള അപേക്ഷക്കല്ലാതെ ദുആ ഇബാദത്ത് എന്ന് പറയില്ല. ദുആ എന്നല്ല അദ്ദേഹം പ്രാർത്ഥനയാണ് പറഞ്ഞത്, പ്രാർത്ഥന എന്ന് പറയില്ല. അപ്പൊ പ്രാർത്ഥന എന്ന വാചകത്തിന്റെ മലയാള വാക്യത്തിന്റെ അർത്ഥവും അതുപോലെ തന്നെ ദുആ എന്ന അതിനു സമാനമായ പര്യായപദമായി നമ്മൾ ഉപയോഗിച്ചു വരുന്ന അറബ് ശബ്ദത്തിന്റെ അർത്ഥവും ഒന്നുകൂടി മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ 4-ാം വേദമായ ഖുർആനിലെ വേദശബ്ദമായ ദുആ എന്ന ശബ്ദത്തിന്റെ അർത്ഥവും 2-3 വേദങ്ങളായ ഇഞ്ചീല് തൗറാത്ത് എന്നിങ്ങനെയുള്ള വേദങ്ങളുടെ 1-3 വേദങ്ങളായ തൗറാത്ത് ഇഞ്ചീൽ എന്നീ വേദങ്ങളിൽ വരുന്ന സബൂർ എന്ന 2-ാം വേദത്തിലും വരുന്ന വേദത്തിന്റെ പ്രാർത്ഥന എന്ന് പരിഭാഷപ്പെടുത്താവുന്ന വാക്യത്തിന്റെ അർത്ഥവും ഈശ്വരന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളും ഈശ്വരനോട് നടത്തുന്ന അപേക്ഷകളും ഈശ്വരന് വേണ്ടി നടത്തുന്ന സങ്കീർത്തനങ്ങളും ഈശ്വരനെ സ്തുതിച്ചു പറയുന്ന വാചകങ്ങളും മാത്രമാണ്. ഇതാണ് പ്രാർത്ഥന എന്ന വാചകത്തിന്റെ വേദശബ്ദത്തിന്റെ സാങ്കേതിക അർത്ഥമെങ്കിൽ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന വാചകത്തെ നിങ്ങളൊന്ന് മലയാളത്തിൽ അഴിച്ചു നോക്കി. അനുചിതത്വമില്ലേ ഇതിൽ? തീർച്ചയായും ഉണ്ട്. ഈശ്വരനോടും അള്ളാഹുവിനോടും നടത്തുന്ന അപേക്ഷക്കും ഈശ്വരനു വേണ്ടി അള്ളാഹുവിനു വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകൾക്കുമേ പ്രാർത്ഥന എന്ന് പറയൂ. അങ്ങനെയുള്ള പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നൊരു കൂട്ടർ 7 പതിറ്റാണ്ട് കാലമായി ശബ്ദം മുഴക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും ഇപ്പോൾ കർണാടക സ്റ്റേറ്റിലുമൊക്കെ ഒന്നിച്ചു ഓടി പടയോട്ടം തന്നെ നടത്തി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അനുചിതമായ വാക്കല്ലേ? ഇതിന്റെ ഉദാഹരണം എങ്ങനെ പറയാം? നിങ്ങൾ നിരൂപിച്ചാൽ ധാരാളം ഉദാഹരണം കിട്ടും. എനിക്ക് തോന്നുന്നത് മെൻസസ്, പെണ്ണുങ്ങൾക്ക് മാസാന്തം പുറപ്പെടുന്നവർ രക്തം പുറപ്പെടുന്നതിനെ നമ്മൾ സാധാരണ മെൻസസ് നേരെയുള്ള ഉറുദു രക്തം എന്ന് മലയാളത്തിൽ പറയാറ്. ഇത് സ്ത്രീകൾക്ക് പുറപ്പെട്ടാലേ ഉറുദു രക്തം എന്ന് പറയൂ. പുരുഷന്മാർക്ക് എങ്ങാനും വല്ല രക്തസ്രാവം ഉണ്ടായാൽ അതിന് പേര് മാറും. അതിനാരും ഹൈൽ എന്ന് അറബ് പറയൂല, ഉറുദു രക്തം എന്ന് മലയാളത്തിൽ പറയില്ല, മെൻസസ് എന്ന് നമ്മൾ ഇംഗ്ലീഷ് വേർഡായി സാധാരണ ഉപയോഗിച്ചു വരുന്നതും പറയില്ല. ഈ ഋതുരക്തം എന്ന സ്ത്രീകൾക്ക് മാത്രം ഉണ്ടാകുന്ന രക്തസ്രാവത്തെ ഋതുരക്തം സ്ത്രീകൾക്ക് മാത്രം എന്നൊരു കൂട്ടർ മുദ്രാവാക്യം മുഴക്കിയിട്ട് കേരളമൊട്ടാകെ നടന്നാൽ അതെന്തുമാത്രം അനുചിതമാണോ അതുപോലെ അനുചിതമല്ലേ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന ശബ്ദവും? നിങ്ങൾ നിരൂപിച്ചു നോക്കി. പ്രാർത്ഥന എന്ന് പറയുന്നത് അള്ളാഹുവിനോട് നടത്തുന്ന അപേക്ഷയ്ക്ക്, പ്രാർത്ഥന എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തിന്, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന നേർച്ചയ്ക്ക്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന സങ്കീർത്തനങ്ങൾക്ക്, അള്ളാഹുവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തിനും അള്ളാഹുവിനോട് ചെയ്യുന്ന അപേക്ഷയ്ക്കും മാത്രം ഉപയോഗിച്ചു വരുന്ന വേദശബ്ദമായ പ്രാർത്ഥന എന്ന വാക്യം, അതേപോലെ ദുആ എന്ന വാക്യം, ഇത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നത് ഋതുരക്തം സ്ത്രീകൾക്ക് മാത്രമേ എന്ന് ഒരാൾ മുദ്രാവാക്യം മുഴക്കി നടക്കുന്നത് പോലെ അനുചിതമാണ്. ഇതിന് 7 പതിറ്റാണ്ട് കാലം ഇതിനാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ശബ്ദം മുഴക്കുന്നത് എന്ന് പറയുന്നത് കൊള്ളാം. അവരൊരു കൂട്ടം മലയാളികളല്ലേ. 1,24,000 അമ്പിയാക്കന്മാരും ഈ അനുചിതമായ മുദ്രാവാക്യം മുഴക്കാനാണ് വന്നതെന്നും ഇത് ലോകത്ത് സ്ഥാപിക്കാനാണ് വന്നതെന്നും ആദം നബി മുതൽക്കുള്ള പ്രവാചകന്മാരെ കുറിച്ചെല്ലാം പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ആരോപണമാണ്, ദുരാരോപണം. ഈ വ്യർത്ഥമായ അർത്ഥശൂന്യമായ വാചകങ്ങളൊന്നും അമ്പിയാക്കന്മാർ പഠിപ്പിക്കൂല. ഇതുകൊണ്ട് ഒരൊറ്റ നബിയും ആ ശബ്ദം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു വാക്യം ഒരു വേദത്തിലും ഇല്ലതാനും. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്ന ഒരു വാക്യം ഒരു വേദത്തിലും പഠിപ്പിച്ചിട്ടില്ല. ഒരു വേദത്തിലും അതിന് സമാനമായ ശബ്ദമില്ല. ഇത്തരം ഒരു ശബ്ദം പഠിപ്പിക്കാനാണ് അമ്പിയാക്കന്മാർ വന്നത് എന്ന് പറയല് പിന്നല്ലേ? വിശുദ്ധ ഖുർആൻ പറയുന്നത് നബിമാരെ ഒക്കെ വിട്ടത് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, അല്ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ. ഞാനല്ലാതെ ഇലാഹില്ല, അല്ലാഹുവല്ലാതെ ഇലാഹില്ല, ഞാനല്ലാതെ ഇലാഹില്ല. അതുകൊണ്ട് എനിക്ക് വണങ്ങണം നിങ്ങൾ, എനിക്ക് ഇബാദത്ത് ചെയ്യണം നിങ്ങൾ, എനിക്ക് തഖ്വ വേണം നിങ്ങൾ എന്ന് പഠിപ്പിക്കാനാണ് കഴിഞ്ഞകാല പ്രവാചകന്മാരെ മുഴുക്കയും വിട്ടതെന്നും നബിയെ തങ്ങളെയും ഞാൻ ഇതിനാണ് നിയോഗിച്ചതെന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഈ ശബ്ദത്തിന് സമാനമായി പകരം വെക്കുന്ന 7 പതിറ്റാണ്ട് കാലത്തെ വഹാബികളുടെ നിർമ്മാണമായ ഒരു വാക്യമോ
പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, അള്ളാഹുവിനോടല്ലാതെ അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. ഈ തൗഹീദ് പഠിപ്പിക്കാനാ ഈ നബിമാരൊക്കെ വന്നതെങ്കിൽ ഏതെങ്കിലും ഒരു നബി അത്തരം ഒരു വാക്യം ഉച്ചരിച്ചിട്ട് ലോകത്തെ പഠിപ്പിച്ചത് ഉദ്ധരിക്കാൻ കഴിയണ്ടേ? ഒരു വേദത്തിലും അങ്ങനെ വാക്യമില്ല. അതുകൊണ്ട് അനുചിതമായൊരു വാക്യം സ്വന്തം കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ട് ഇത് പ്രവാചകന്മാരുടെ മുഴുവൻ പ്രബോധനത്തിന്റെ ആകത്തുകയാണ്, കാതലായ ഭാഗമാണ് എന്ന് പഠിപ്പിക്കുന്നത് മിതമായി പറഞ്ഞാൽ കുരുട്ട് ബുദ്ധിയാണ്, അല്ലെങ്കിൽ മഹാമോശപ്പെട്ട തെറ്റിദ്ധരിപ്പിക്കുന്ന കുത്സിതമായ ശ്രമമാണ്. അള്ളാഹു അത്തരം ശ്രമങ്ങളുടെ വിനകളിൽ നിന്ന് നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈശ്വരനോട് അപേക്ഷിക്കുക, അത് വേദാർത്ഥ. ഇപ്പൊ നമ്മൾ പറഞ്ഞ അർത്ഥം ഈശ്വരനോട് അപേക്ഷിക്കുകയാണ് പ്രാർത്ഥനയുടെ അർത്ഥമെങ്കിൽ ഇവിടെ തർക്കല്ല. ഈശ്വരനോട് അപേക്ഷിക്കുന്നത് ഈശ്വരനോടേ പറ്റുള്ളൂ എന്ന് ഏത് കുട്ടിയേക്കും തിരിയും. അതൊരു മുദ്രാവാക്യം മുടക്കേണ്ടതില്ല. ഈശ്വരനോട് അപേക്ഷിക്കുക എന്ന വേദശബ്ദത്തിന്റെ വേദപരമായ അർത്ഥം കഴിഞ്ഞാൽ പിന്നെ ഭാഷാപരമായ അർത്ഥം ആഗ്രഹിച്ചു ചോദിക്കുക, യാചിക്കുക. പ്രാർത്ഥന, അപേക്ഷ, യാചന. അപേക്ഷ എന്ന് മലയാളത്തിൽ പറയുന്ന ശബ്ദത്തിന് സമാനമായി ഉപയോഗിക്കുന്ന പര്യായ പദമാണ് പ്രാർത്ഥന ഭാഷാപരമായി. ഇതിങ്ങനെ തന്നെയാണ് ഭാഷ വിവരിക്കുന്ന മുഴുവൻ ഗ്രന്ഥങ്ങളിലും ഉള്ളത്. നമ്മളെ ഭാഷ വിവരിക്കുന്ന ഗ്രന്ഥം ഏറ്റവും പ്രധാനപ്പെട്ട ആധികാരിക ഗ്രന്ഥം അൽ ഖാമൂസുൽ മുഹീത്ത് ഫൈറൂസാബാദിയുടെ. അതിനെ വെല്ലുന്ന ഒരു ഭാഷാഗ്രന്ഥം ഇതുവരെ ഇറങ്ങിയിട്ടില്ല, അത്ര ആധികാരികമായ ഗ്രന്ഥം. ഈ അൽ ഖാമൂസുൽ മുഹീത്ത് ഈ വാക്യത്തെ പറയുന്നത് ഒന്നാമത് ശബ്ദധാരാവലി പറഞ്ഞ മാതിരി അർറഗബത്തു ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള അപേക്ഷ, അള്ളാഹുവിലേക്ക് മനസ്സെടുത്ത് അള്ളാഹുവിനോട് താണുകയാണ് അപേക്ഷിക്കുന്ന അപേക്ഷ. ഇത് വേദശബ്ദത്തിന്റെ അർത്ഥമാണ്. നേരിട്ടുള്ള ഭാഷാർത്ഥം വസ്സുആൽ, യാചന, അപേക്ഷ. അപേക്ഷ, യാചന എന്ന അർത്ഥമാണ് പ്രാർത്ഥന എന്ന വാക്യത്തിനുള്ള അർത്ഥം. ഇതൊന്ന് സാഹിത്യത്തിലേക്ക് ഇറങ്ങിയാൽ അപ്പോൾ അത് അപേക്ഷ എന്നുള്ള അർത്ഥത്തിൽ വരിക. അറബ് സാഹിത്യത്തിൽ ദുആ, ഈ ദുആ എന്ന ശബ്ദത്തിന്റെ സാഹിത്യ ഭാഷയാണ് പ്രാർത്ഥന. അറബ് സാഹിത്യത്തിൽ ദുആ എന്ന് പറയുന്നത് എന്തിനാണ്? ഞാൻ അറബ് സാഹിത്യത്തിന്റെ ഗ്രന്ഥം തന്നെ പറയാം. അറബ് സാഹിത്യത്തിൽ സാധാരണ പള്ളി ദർസുകളിലൊക്കെ ഓതാറുള്ളത് മുഖ്തസറുൽ മആനി. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ ഉന്നത അറബി കോളേജുകളിലേക്ക് പോയാൽ അതിന്റെ തന്നെ വലിയ ശറഹായ മുതവ്വൽ. അപ്പൊ മുതവ്വൽ, മുഖ്തസർ, ഈ രണ്ട് ഗ്രന്ഥങ്ങളാണ് സാധാരണ സാഹിത്യാലങ്കാരത്തിൽ മൗലികമായി വലിയ ഗ്രന്ഥങ്ങളായി ഓതാറുള്ളത്. ഈ മുഖ്തസറുൽ മആനി എന്നതും മുതവ്വൽ എന്നതും തൽഖീസുൽ മിഫ്താഹ് എന്ന ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനമാണ്. തൽഖീസുൽ മിഫ്താഹ് എന്ന ഗ്രന്ഥത്തിന്റെ ഇമാം ഖതീബ് ഖസ്വീനി എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്ന അർത്ഥം തന്നെ ഞാൻ വിവരിക്കാം. ഖതീബ് ഖസ്വീനി അദ്ദേഹത്തിന്റെ അൽ ഈളാഹ് ഫി ഉലൂമിൽ ബലാഗ, ഇത് നമ്മളെ മുഖ്തസറിലൊക്കെ ഉണ്ട്. ഞാൻ കിട്ടുന്നൊരു ഭാഷ, കൈ കിട്ടിയ പുസ്തകങ്ങൾ എഴുതുക, അത് ഉപയോഗിക്കാനേ ഉള്ളൂ. ഒമിൻ അൻവാഇൽ ഇൻഷാ അൽ അംർ, അംർ എന്ന ഒരു വാക്യം ഖബർ ഇൻഷാ എന്ന് ഉപയോഗിക്കുന്നതിൽ ഇൻഷാ എന്ന് പറയുന്ന ഒരു വകമുണ്ട്. എന്ന് വെച്ചാൽ എഴുന്നേൽക്ക്, നീ പോയോ, നീ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്നൊക്കെ നമ്മൾ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നതിന് പറയുന്ന ഒരു വാക്യമാണ് ഇൻഷാ. അവൻ മിണ്ടിയില്ല, ഇവൻ ഉത്തരം മുട്ടി, അവൻ ഗൾഫിൽ പോയി എന്നിങ്ങനെ പറയുന്ന വാർത്തകൾ വിവരിക്കുന്നതിനാണ് ഖബർ എന്ന് പറയാം. വാർത്തകൾ ശരിയെന്നോ തെറ്റെന്നോ പറയാൻ പറ്റുന്ന വാർത്തകളുള്ള വാക്യത്തിന് ഖബർ എന്നും, ശരിയെന്നോ തെറ്റെന്നോ പറയാൻ പറ്റാത്ത അന്വേഷണങ്ങളോ ചോദ്യങ്ങളോ ഭീഷണിപ്പെടുത്തലോ ഒക്കെയുള്ള വാക്യത്തിന് ഇൻഷാ എന്ന് പറയും. ഈ ഇൻഷായിലെ ഒന്നാണ് അംർ. അംർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൽപ്പിക്കുക. കൽപ്പിക്കുക എന്നതിന് പറയുന്നു വൽ അൽഹറു അന്ന സീഗതഹു മൗദൂഅത്തുൽ ത്വലബിൽ ഫിഅലി ഇസ്തിഅലാൻ, ഞാൻ ഉയർന്നവനാണ്, നിർദ്ദേശിക്കപ്പെടുന്നയാൾ എന്നെക്കാൾ താഴെയുള്ളവനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കാര്യം നിർദ്ദേശിക്കുന്നതിനാണ് അംറിന്റെ സീഗ ഉപയോഗിക്കൂ, അംറിന്റെ പദം. ഇതിനാ അംർ എന്നും പറയൂ. എഴുന്നേൽക്കടോ, എടുക്കടോ ആ പുസ്തകം എന്നിങ്ങനെ പറയുന്നതിനാണ് പറയാം. നമ്മളെ ഭാഷ കൊണ്ട് തന്നെ തിരിക്കാൻ വേണ്ടി പറയാം. ഞാനത് എൻ്റെ ഒരു പുസ്തകം അങ്ങോട്ട് പാറിപ്പോയി, ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് അതാ നേരെ മുമ്പിലിരിക്കുന്നു, എൻ്റെ സമക്കാരനാണെന്ന് ഞാൻ അയാളെ മനസ്സിലാക്കുന്നു. അത്തരം ഒരാളോട് ആ പുസ്തകം ഒന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതെന്റെ സമക്കാരനാന്ന് മനസ്സിലാക്കിയാൽ അതിന് അഭ്യർത്ഥന എന്ന് പറയും. എന്നെക്കാൾ പ്രായമുള്ളൊരു വയസ്സൻ കാരണവരോട് ആ പുസ്തകം ഒന്ന് എടുത്തു തരുമോ എന്ന് ചോദിച്ചാൽ അങ്ങ് എടുത്താൻ വേണ്ടിയിട്ടൊന്ന് എടുത്താലും എന്നാ നമ്മൾ ഉപയോഗിക്കുക. ഇങ്ങനെ ഉപയോഗിക്കുന്നതിന് അപേക്ഷ, ദുആ എന്ന് പറയും. ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ എടോ ആ പുസ്തകം ഒന്നിട്ടാ എന്ന് ഞാൻ കൽപ്പിച്ചാൽ ഇതിന് അംർ എന്ന് പറയും. ഇത് നമ്മളെ സാധാരണ മലയാളത്തിൽ അതിന് വാക്യമുണ്ട്, നിർദ്ദേശം, അഭ്യർത്ഥന, അപേക്ഷ. അഭ്യർത്ഥന എന്ന സമക്കാരോട്, അപേക്ഷ എന്നാൽ മേലെയുള്ളവരോട്, നിർദ്ദേശം എന്നാൽ താഴെയുള്ളവരോട്.
ഇതിൽ പറയുന്ന അംറ് കഴിഞ്ഞാൽ താഴെയുള്ളവരോട് ഉപയോഗിക്കുന്നതിന് പറയുന്ന പദമാണ് അപേക്ഷക്ക് സമാനമായി ദുആ. ഖസ്ബിന് പറയുന്നു വദ്ദുആഇ. സാധാരണഗതിയിലുള്ള അംറിന്റെ വാക്യം അംറ് എന്നതിന് കഴിഞ്ഞാൽ ദുആക്കും പറയും. ദുആ എന്നതിന് ഉപയോഗിക്കൽ എപ്പോഴാണ്? ഇദസ്തുഇമലത് ഫീ ത്വലബിൽ ഫിഅലി അലാ സബീലി തളറുഇ. വിനയപ്പെട്ട് അപേക്ഷിക്കുന്ന രീതിയിൽ ഒരാളോട് കാര്യം യാചിച്ചാൽ ആ യാചിച്ചുകൊണ്ട് തേടുന്നതിന് ദുആ എന്ന് പറയും. ഒരു ഇൽത്തിമാസി, ഇൽത്തിമാസിനും ഈ വാക്യം വരും. ഇദസ്തുഇമലത് ഫീഹി അലാ സബീലി തലത്തുഫി. സുഹൃത്തിനോട് അതൊന്ന് എടുത്താലും ഒന്ന് എടുത്തോരുവോ എന്ന അർത്ഥത്തിൽ സന്തോഷത്തോടുകൂടെ മയപ്പെടുത്തി ചോദിക്കുന്ന ചോദ്യത്തിനും ഇൽത്തിമാസ്, അഭ്യർത്ഥന എന്ന് പറയും. അപ്പൊ ഇൽത്തിമാസ്, അഭ്യർത്ഥന എന്നതിന് സമാനമായി അതിന്റെ അപ്പുറം പറയുന്നതാണ് അപേക്ഷ എന്ന് വെച്ചാൽ ഉയർന്ന ആളോട് താഴ്ന്നയാൾ ഒരു കാര്യം പറയുക. ഖസ്വിനിയുടെ മറ്റൊരു ഗ്രന്ഥമാണ് തൽഖീസുൽ മിഫ്താഹ്. നമ്മളിപ്പോൾ സാധാരണ മുഖ്തസറും മുതവ്വലൊക്കെ ഓതുന്ന ഈ മുഖ്തസറും മുതവ്വലൊക്കെ ഉണ്ടാക്കിയ ആ കിതാബിന് ആധാരമായ അതിന്റെ മത്തിനായ തൽഖീസുൽ മിഫ്താഹിന് അറൂസുൽ അഫ്രാഹ് എന്ന് ഇമാം സുബുക്കി, ബഹാവുദ്ദീൻ സുബുക്കി തങ്ങളവർക്ക് ഒരു വ്യാഖ്യാനമുണ്ട്. അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിലും അത്താമിനു അത്താസിഉ, നമ്പർ ഇട്ട് 8ഉം 9ഉം അർത്ഥങ്ങൾ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം എണ്ണി പറയുന്നത്. അംർ എന്ന വാക്യം ഉപയോഗിക്കുന്ന 8ാമത്തെ അർത്ഥമാണ് ദുആ, 9ാമത്തെ അർത്ഥമാണ് ഇൽത്തിമാസ്. അതിന്റെ മലയാളം പറഞ്ഞാൽ ഒന്ന് അപേക്ഷ, ഒന്ന് അഭ്യർത്ഥന. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ അപേക്ഷിക്കുക എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്ന ഉയർന്ന ആള് തന്നെക്കാൾ താണ ആളോട് പറയുന്ന നിർദ്ദേശത്തിനു ബദലായി താണ ആൾ തന്നെക്കാൾ ഉയർന്ന ആളോട് നടത്തുന്ന അന്വേഷണത്തിനും കാര്യങ്ങൾ യാചിക്കുന്നതിനും പറയുന്ന ശബ്ദമാണ് അറബിൽ ദുആ എന്നത്. ഈ ദുആ അള്ളാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞാൽ അത് ഭീമാബദ്ധമാണ്. അപേക്ഷ അള്ളാഹുവിനോട് മാത്രം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്റെ വാപ്പാനോട് ഞാൻ പറയുന്നത് അപേക്ഷയല്ലേ, നിർദ്ദേശമല്ല, അഭ്യർത്ഥനയല്ല. എന്റെ ഗുരുവിനോട് ഞാനൊരു കാര്യം ചോദിക്കുന്നത് നിർദ്ദേശമല്ല, അഭ്യർത്ഥനയല്ല, അപേക്ഷയാണ്. എന്നെക്കാൾ വയസ്സിൽ മൂത്ത ഒരു കാരണവരോട് ഞാൻ പറയുന്നത് അപേക്ഷയാണ്. ഈ അപേക്ഷക്ക് സാഹിത്യ ഭാഷയിൽ അറബ് സാഹിത്യത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ദുആ. ഈ ദുആ എന്ന വാക്ക് അപേക്ഷ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അപേക്ഷ അള്ളാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞാൽ തന്റെ മീതെയുള്ളവൻ അള്ളാഹു മാത്രമേയുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം തന്റെ സമക്കാരോ അല്ലെങ്കിൽ കീഴെയുള്ളവരോ ആണ് എന്നല്ലേ അതിന്റെ അർത്ഥം വരിക? ഇത് എത്രയും മോശപ്പെട്ട, എത്രയും അബദ്ധമായ ഒരു വാദമല്ലേ, ഒരു പ്രമേയമല്ലേ? അപ്പൊ ഈ പ്രമേയത്തിലേക്കാണ് അപേക്ഷ അള്ളാഹുവിനോട് മാത്രം, ദുആ അള്ളാഹുവിനോട് മാത്രം എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ ഈ വാക്യത്തിന്റെ അർത്ഥകൽപ്പന അങ്ങനെ വരും. അപേക്ഷ അള്ളാഹുവിനോട് മാത്രം. അപേക്ഷ അള്ളാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞാലോ മാതാപിതാക്കളോട് അപേക്ഷിച്ചുകൂടാ, ഗുരുവര്യന്മാരോട് അപേക്ഷിച്ചുകൂടാ, ഉദ്യോഗസ്ഥന്മാരോട് അപേക്ഷിച്ചുകൂടാ, മേലുദ്യോഗസ്ഥന്മാരോട് കീഴുദ്യോഗസ്ഥന്മാർക്ക് അപേക്ഷിച്ചുകൂടാ. ഇതൊക്കെ ശിർക്കാവുന്നാവും. ഇങ്ങനെ ആരും പറയില്ല. അപ്പൊ ഭാഷാപരമായി ചിന്തിച്ചാൽ അപേക്ഷ എന്നാണ് ദുആയുടെ അർത്ഥമെങ്കിൽ ഈ വാക്യം വളരെ വിദണ്ഡമാണ്, വളരെ അബദ്ധമാണ്, സ്ഥിതി സമത്വം എന്ന സോഷ്യലിസത്തിലേക്ക് നയിക്കുന്നതുമാണ്. അതായത് എല്ലാവരും ഒരുപോലെയാണ്, പ്രായവും ഭേദമൊന്നും നോക്കണ്ട, മാതാവും പിതാവും ഒന്നും നോക്കണ്ട, ഗുരുവും ശിഷ്യനും നോക്കണ്ട, ആ സമത്വം. ഇപ്പത്തെ സാമ്പത്തിക സോഷ്യലിസം അല്ല ഞാൻ പറയുന്നത്, സ്ഥിതി സമത്വം എന്ന പേരിൽ സോഷ്യലിസം പറയല്ലോ, എല്ലാവരും ഒരുപോലെയാണെന്ന് പറയുന്ന ആ സ്ഥിതി സമത്വത്തിന്റെ അർത്ഥത്തിലുള്ള സോഷ്യലിസം പോലെയാണ് എല്ലാവരും ഒരുപോലെയാണ്. അപേക്ഷ അള്ളാഹുവിനോട് മാത്രം, നമ്മളെ മേലെ അള്ളാഹു മാത്രമേ ഉള്ളൂ, ബാക്കി നമ്മളെല്ലാവരും കണക്കാണ് എന്നാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഇത് 3 പതിറ്റാണ്ട് 7 പതിറ്റാണ്ട് പ്രവർത്തന രംഗത്തുള്ള വഹാബിയത്തിനും വഹാബി ആശയങ്ങൾക്കും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സിദ്ധാന്തങ്ങൾക്കും നിരക്കും. പക്ഷേ ലോകം ഇത് അംഗീകരിക്കുകയില്ല. അള്ളാഹുവിനോട് മാത്രമേ അപേക്ഷിച്ചൂടൂ, വേറാരോടും അപേക്ഷിച്ചൂടാ. മറ്റേ മൂപ്പളമല്ല, ഗുരു ശിഷ്യ ബന്ധമില്ല, മാതാപിതാക്കളുടെ ബന്ധവും താഴ്ചയും താഴ്മയും ഇല്ല, ഈ നിലക്ക് പഠിപ്പിച്ചു പോകുന്ന ആളുകളാണെങ്കിൽ അപേക്ഷ അള്ളാഹുവിനോട് മാത്രമേ എന്ന് പഠിപ്പിക്കാം. അല്ലെങ്കിൽ അപേക്ഷ അള്ളാഹുവിനോട് മാത്രം എന്ന വാദം വളരെ അബദ്ധമാണ്. എങ്ങനെ വന്നാലും അബദ്ധമാണ് ഈ പറഞ്ഞു വരുന്നത്. ഈ അബദ്ധത്തെയാണ് ലോകത്ത് 21,24,000 പ്രവാചകന്മാരും തൗഹീദിന്റെ മൗലിക ഭാഗമായി പഠിപ്പിച്ചത് എന്ന് ആരോപിക്കുന്നത് എത്ര കടുത്ത നിലയിലുള്ള ആരോപണമാണ്. നബിമാരുടെ ദഅവത്തിനെയും അവർ പ്രചരിപ്പിച്ച തൗഹീദിനെയും എത്ര ചെറുതാക്കി കൊച്ചാക്കി കാണിക്കലാണിത്. അള്ളാന്റെ അമ്പിയാക്കന്മാർ ഏക ഇലാഹ് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പഠിപ്പിക്കുന്ന തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിശ്ചിത പദം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള തൗഹീദ്, ആ സ്ഥാനത്ത് ലാ ഇലാഹ എന്ന വാക്യത്തിന്റെ അവിടെ ലാ റബ്ബ എന്ന് പറഞ്ഞിട്ട് ഫലമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ശബ്ദം പോക്കി അള്ളാഹുവിനെ മാറ്റി ലാ ഇലാഹ ഇല്ല റഹ്മാൻ എന്ന് പറഞ്ഞാലും തൗഹീദാകൂല.
വാസ്തവമൊക്കെ ഒന്ന് തന്നെയല്ലേ? അള്ളാഹ് എന്നറിയുന്നതും റഹ്മാൻ എന്നറിയുന്നതും അള്ളാഹുവിന് മാത്രമുള്ള പേരാണ്. അള്ളാഹു അല്ലാത്ത ഒരാളെയും റഹ്മാൻ എന്ന് വിളിക്കാൻ പാടില്ല. എന്നാൽ പോലും ഒരാൾ മുസ്ലിം ആകുമ്പോ ലാ ഇലാഹ ഇല്ലർ റഹ്മാൻ എന്നാണ് ഉച്ചരിക്കുന്നതെങ്കിൽ അത് തൗഹീദല്ല. ലാ റബ്ബ ഇല്ലർ റഹ്മാൻ, ലാ ഇലാഹ ഇല്ലർ റഹ്മാൻ എന്നതിന്റെ അർത്ഥം ഏതാണ്ടൊക്കെ മനസ്സിലാകും. ലാ റബ്ബ ഇല്ലർ റഹ്മാൻ, ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പറ്റൂല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ തന്നെ പറയണം. ബാങ്ക് കൊടുക്കുമ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാറ്റിയെടുത്ത് അഷ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ബാത്തിലായി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് ബാത്തിലായി, അത്തഹിയാത്ത് ബാത്തിലായി. ഇതിനർത്ഥം എന്താണ്? തൗഹീദിന് കണിശമായ ശബ്ദമുണ്ട്, കണിശമായ വാക്യമുണ്ട്. ആ കണിശമായ വാക്യത്തിന്റെ ഒരു വാക്യവും മാറ്റാൻ പാടില്ല. അത്രയും കണിശമായി അമ്പിയാക്കന്മാര് പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യത്തിന്റെ കാതലായ വശം അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവല്ലാതെ ദുആ ചെയ്യപ്പെടാൻ പറ്റുന്നവനില്ലാന്നോ അള്ളാഹുവിനോടല്ലാതെ ദുആ ഇല്ല എന്നോ പറയുന്ന ഒരു വാക്യം ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു നബി ഏതെങ്കിലും ഒരു സമൂഹത്തോട് പറഞ്ഞതായോ പഠിപ്പിച്ചതായോ ഏതെങ്കിലും ഒരു വേദത്തിൽ ഉദ്ധരിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല, മേലിൽ കഴിയുകയുമില്ല. എവിടെയും അങ്ങനെ ഒരു ശബ്ദവുമില്ല. ഈ ശബ്ദം ലോകത്താകെ കേൾക്കാൻ തുടങ്ങിയിട്ട് ഹിജറ 8-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭം മുതലേ തുടങ്ങിയിട്ടുള്ളൂ. ഹിജറ 8-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭം, ഹിജറ 8-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭം കഴിഞ്ഞ് ഇപ്പോൾ ലോകം ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഹിജറ 12-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലേത് വന്നിട്ടുള്ളൂ. ഹിജറ 12-ാം നൂറ്റാണ്ട്. ഇപ്പൊ ഏതാ നൂറ്റാണ്ട്? 1426 ഹിജറ. അപ്പൊ 15-ാം നൂറ്റാണ്ട്. ഹിജറ 15-ാം നൂറ്റാണ്ടിൽ നിലകൊള്ളുന്ന നമുക്ക് നമ്മുടെ ഒരു 3 നൂറ്റാണ്ടിന്റെ ഇടയിലുള്ള പഴക്കമേ അള്ളാഹുവിനോടല്ലാതെ ദുആ ചെയ്യാൻ പാടില്ല, ദുആ അള്ളാഹുവിനോട് മാത്രം എന്ന ശബ്ദം തൗഹീദിന്റെ പേരിൽ പഠിപ്പിക്കപ്പെടാൻ തുടങ്ങിയിട്ട് ഇന്നത്തെ തലമുറയിലായിട്ടുള്ളൂ, ഇതിന്റെ അടുത്ത തലമുറയിലുമായിട്ടുള്ളൂ. ആ 12-ാം നൂറ്റാണ്ടിൽ മുഴങ്ങിക്കേട്ട ശബ്ദം, അതായത് വഹാബിസം എന്ന ആ പ്രസ്ഥാനം കൊണ്ടുവന്ന ശബ്ദത്തിന് മുൻപ് ലോകത്താദ്യമായി ഇങ്ങനെ ഒരു ശബ്ദം മുഴങ്ങുന്നത് ഹിജറ 8-ാം നൂറ്റാണ്ടിലാണ്. 7 നൂറ്റാണ്ടിലുള്ള മൂമിനീങ്ങളും ഈ ശബ്ദം കേട്ടിട്ടില്ല. അപ്പൊ 8-ാം നൂറ്റാണ്ടിൽ കേൾക്കുന്ന ഈ ശബ്ദം മുഴക്കുവാൻ ഇടയാക്കിയിട്ടുള്ളത് എന്താണ്? ഇവിടെയാണ് നമ്മളൊരൽപ്പം സംസാരിക്കേണ്ടതും ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതും. പ്രാരംഭകാലം മുതലേ മുസ്ലിമീങ്ങളിൽ നടന്നു വരുന്ന ചില വഴക്കങ്ങളുണ്ട്. ഈ വഴക്കങ്ങളെ ശിർക്കെന്നും കുഫറെന്നും ആരോപിക്കാൻ വേണ്ടി, വിധിയെഴുത്ത് നടത്താൻ വേണ്ടി, വെറുതെ വിധി കൽപ്പിക്കാൻ വേണ്ടി, തഹക്കും എന്നാണ് ഇതിന് അറബ് പറയാം, വെറുതെ വിധി കൽപ്പിക്കുക. അങ്ങട്ട് വിധി കൽപ്പിക്കുക എന്നാണ് ഞങ്ങളെ എറണാടൻ ഭാഷയിൽ അതിനർത്ഥം. തെളിവില്ലാതെ അങ്ങട്ട് വിധി കൽപ്പിക്കുകയാണ്. ഈ വിധികൽപ്പനയ്ക്ക് വേണ്ടി മാത്രം ഒരു കൂട്ടർ മിനഞ്ഞുണ്ടാക്കിയതാണ് ഈ വാദം. എന്താ അത് കാരണം? ലോകത്തിന്റെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽക്കുള്ള ദീനിന്റെ ചരിത്രമല്ലേ നമ്മൾ നോക്കണ്ടുള്ളൂ. അതിന്റെ മുമ്പുള്ള ഇരിക്കട്ടെ, അതിന്റെ മുമ്പുണ്ട് ഇത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീന് സമ്പൂർണ്ണമാക്കി കഴിഞ്ഞ ശേഷം മുസ്ലിമീങ്ങൾക്കിടയിൽ നടന്നു വരുന്നതായ വഴക്കങ്ങളുണ്ട്. ഈ വഴക്കങ്ങളിൽ ഒന്ന്, മഹാത്മാക്കളായിട്ടുള്ള ആളുകളെ വിളിക്കാറുണ്ട് പ്രതിസന്ധി വേളകളിൽ. മഹാത്മാക്കളായ ആളുകളോട് പോയി ആവലാതി പറയുകയും പ്രയാസങ്ങൾ പറയുകയും ബുദ്ധിമുട്ടുകളും തിടുക്കങ്ങളും പറയുകയും അവരോട് കാര്യങ്ങൾ അന്യായമായി ബോധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഇത് രണ്ടും ആദ്യ തലമുറ തൊട്ടേ മുസ്ലിമീങ്ങളിൽ നടന്നു വരുന്നതാണ്. ഞാനിതിന്റെ ചരിത്രപരമായ വശം പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിവരിക്കുന്നത്. എന്റെ സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാവർക്കും പരിചിതമാണ്, പെട്ടെന്നൊരാൾ ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ കാലൊന്നും മെല്ലെ പിണച്ചാല് വേദന വന്നാൽ യാ ബദിരീങ്ങളെ എന്ന് പറയും. ബദിരീങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ബദിരീങ്ങളെ എന്നൊരു ശബ്ദം വരും. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ മമ്പർത്ത തങ്ങളെ എന്ന് പറയും. മമ്പർത്ത തങ്ങൾ എന്ന് പറഞ്ഞാൽ മമ്പുറം എന്നൊരു മക്കാമും മമ്പുറത്ത് തങ്ങൾ എന്നൊരു വലിയ വിശുദ്ധനും ഞങ്ങളുടെ നാട്ടിൽ മറപ്പെട്ടിട്ടുണ്ട്. അവർ പറയും. ഇവിടെ ആരാ പറയാ? ഇവിടെ അങ്ങനെ വരുന്ന പെരുമറ്റൗലിയ, പെരുമറ്റൗലിയ. അങ്ങനെ പ്രാദേശികമായിട്ട് ഓരോ വിശുദ്ധന്മാരെ കേട്ടാൽ ആ വിശുദ്ധന്മാരെ പെട്ടെന്നൊന്ന് പറയും. പെട്ടെന്നൊരു പ്രതിസന്ധി വരുമ്പോൾ അങ്ങനെ ഒരു ഉപയോഗം സാധാരണമാണ്. ഇത് നമ്മളിടയിൽ. ഇനി നമ്മളിരിക്കട്ടെ, സമൂഹം മൊത്തം തന്നെ വേദന വരുന്ന വെട്ടത്തിൽ ഒരു വിളിയുണ്ട് വേദനയിൽ. എന്താ വിളി? കരയുമ്പോഴോ പേടിക്കുമ്പോഴോ നല്ലപോലെ പ്രയാസം വരുമ്പോഴോ എന്താ വിളിക്കുക? എൻ്റെ ഉമ്മേന്നാ എല്ലാ സമൂഹത്തിലെ എല്ലാ സമുദായക്കാരും വിളിക്കുന്ന വിളി. എൻ്റെ ഉമ്മേ, എൻ്റെ അമ്മേ. അമ്മേ ഉമ്മേ എന്ന് വിളിക്കുന്നത് സാധാരണമാണ്. അമ്മ മരിച്ചാലും വിളിക്കും,
ഉമ്മ മരിച്ചിട്ട് നൂറ്റാണ്ടായാലും വിളിക്കും ഉമ്മേന്ന്. പതിറ്റാണ്ടുകൾ മുമ്പ് മരണപ്പെട്ട ഉമ്മാനെ